السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. ഏറെ ബഹുമാനമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പാലിച്ചു പുലർത്തി തഖ്വയോടുകൂടി ജീവിക്കണേ, ജീവിതം സ്വർഗത്തിലേക്ക് എത്തിക്കുന്നതാക്കണേ, അതിനുവേണ്ടി പരിശ്രമിക്കണേ എന്ന് എന്നോടും നിങ്ങളോടും ആദ്യമായി ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ സന്തോഷത്തിൻ്റെ കേദാരമായ സ്വർഗം കരസ്ഥമാക്കാനുള്ള ഭാഗ്യം അല്ലാഹു നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. റബ്ബ് തആല നമ്മളെ ഈ ഇരുത്തവും പറയലും കേൾക്കലുമെല്ലാം സ്വാലിഹായ അമലായി നമ്മളിൽ നിന്നും കബൂൽ ചെയ്യുമാറാവട്ടെ. പ്രിയമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, കൃത്യമായ ഒരു ലക്ഷ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് റഹ്മാനായ റബ്ബ് നമ്മെ ഈ ഭൂമിയിലേക്ക് പറഞ്ഞയച്ചിട്ടുള്ളത്. അത് എന്താണ് ആ ലക്ഷ്യം? നമ്മുടെ മാതാപിതാക്കളുടെ തറവാടായ ആദമിൻ്റെ തറവാട്ടിലേക്ക്, സ്വർഗത്തിലേക്ക് തിരിച്ചെല്ലണം. അതാണ് നമ്മളെ ഏൽപ്പിച്ചിട്ടുള്ള ദൗത്യം. അതുമാത്രമാണ്. ഫൈമ്മ യഅ്തിയന്നകും മിന്നീ ഹുദൻ, ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ സ്വർഗത്തുനിന്ന് പുറത്താക്കുമ്പോൾ റബ്ബ് പറയുന്നുണ്ട്, ഫൈമ്മ യഅ്തിയന്നകും മിന്നീ ഹുദൻ ഫമൻ തബിഅ ഹുദായ ഫലാ യളില്ലു വലാ യഷ്ഖ. ഞാൻ കാലാകാലങ്ങളിൽ സന്മാർഗം, ഹുദ, അത് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകന്മാരിലൂടെ അയച്ചു തരും എന്നർത്ഥം. അത് സ്വീകരിക്കുന്ന, പിൻപറ്റുന്ന ആളുകൾക്ക് ദുഃഖിക്കേണ്ടി വരില്ല, വ്യസനിക്കേണ്ടി വരില്ല. അഥവാ ആ സ്വർഗത്തിലേക്ക് തന്നെ തിരിച്ചു പോകാം എന്നർത്ഥം. അതിനുവേണ്ടി മാത്രമാണ്, അതിനുവേണ്ടി പണിയെടുക്കാനും അതിനുവേണ്ടിയുള്ള കരുക്കളും വിഭവങ്ങളും ശേഖരിക്കാൻ വേണ്ടിയിട്ടാണ് അള്ളാഹു നമ്മളെ ഇങ്ങോട്ട് അയച്ചിട്ടുള്ളത്. പ്രിയമുള്ള ആൾ, സഹോദരന്മാരെ, സഹോദരികളെ, അള്ളാഹ് പറഞ്ഞു, വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. ജിന്നുകളെയും മനുഷ്യന്മാരെയും സൃഷ്ടിച്ചത് എന്നെ ഇബാദത്തെടുത്ത് ജീവിക്കാൻ വേണ്ടി അല്ലാതെ മറ്റൊന്നിനുമല്ല. വേറൊരു പർപ്പസും ഇല്ല.
ആ ഇബാദത്തെടുത്ത് ജീവിക്കുന്നതിനിടയിൽ നമുക്കൊരു മനുഷ്യൻ എന്നുള്ള നിലക്ക്, ഒരു സാമൂഹിക ജീവി എന്നുള്ള നിലക്ക് നമുക്ക് സന്തോഷകരമായി പ്രയാസങ്ങളില്ലാതെ അല്ലലില്ലാതെ ജീവിക്കാൻ ഇണകൾ വേണം, തുണകൾ വേണം, ഭക്ഷണം വേണം, പാർപ്പിടം വേണം, അതിനുള്ള ജോലിയും കാര്യങ്ങളും വേണം, വീടും സംവിധാനങ്ങളും വേണം. അത് ഈ ദുനിയാവിൽ കേവലം ചെറിയൊരു കാലഘട്ടത്തിനിടയിൽ ഒരു യാത്രക്കാരൻ, ഒരു പഥികൻ ഇങ്ങനെ യാത്ര ചെയ്യുന്നു. അയാൾക്ക് ഒരു വിശ്രമിക്കാൻ ഒരു സ്ഥലം, അയാൾ കുറേ ദീർഘദൂരം യാത്ര ചെയ്തപ്പോൾ കുറച്ച് ക്ഷീണം വന്നപ്പോൾ ഒരു മരത്തിന്റെ തണലിൽ കുറച്ച് സമയം വിശ്രമിക്കുന്നു, വീണ്ടും യാത്ര തുടരുന്നു. ആ മരത്തിന്റെ തണലിൽ വിശ്രമിക്കുന്ന സമയമാണ് ഇത്. ഈ സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ളത് അള്ളാഹ് പഠിപ്പിച്ചു. ഇബാദത്ത് എടുക്കുകയാണ് വേണ്ടത് ഈ യാത്രയിൽ, ഈ ഒരു ഭൂമിയിലെ കാലഘട്ടത്തിൽ. അതിന് സഹായകരമാകുന്നതാണ് ജോലിയും കാറേറും കൂലിയും കാര്യങ്ങളൊക്കെ. പക്ഷെ മനുഷ്യൻ അതിമ കെട്ടിപ്പിടഞ്ഞ് ജീവിക്കുകയാണ്. അതിമലാണ് മനുഷ്യന്റെ സമയം മുഴുവൻ. ഈ നിസ്സാരമായ ലോകത്ത് അത് കളറാക്കാനും, അത് വൈബാക്കാനും, അത് രസമാക്കാനും, അത് നാലാളെ കൊണ്ട് ഞാൻ തിരക്കിടില്ല, എൻ്റെ ജോലി, എൻ്റെ മക്കള്, എൻ്റെ സമ്പത്ത്, അതേപോലെ തന്നെ എൻ്റെ സ്റ്റാറ്റസ്, എൻ്റെ വീട്, എൻ്റെ സംവിധാനങ്ങൾ, ഇങ്ങനെ പെരുമ പറയാനും, ഇങ്ങനെ മനുഷ്യൻ്റെ രസങ്ങൾക്കും ഹരങ്ങൾക്കുമായി ജീവിതത്തിൻ്റെ ലക്ഷ്യം മറന്നുപോകുന്ന മഹാഭൂരിപക്ഷം ആളുകൾ. എന്താ ലക്ഷ്യം? എന്ത് ലക്ഷ്യം? ഇവിടെ ജീവിക്കണം, രാവിലെയായി വൈകുന്നേരമായി അടിച്ചു പൊളിച്ച് അങ്ങനെ ജീവിക്കുക. ജീവിതം രസിക്കാനും അതേപോലെ തന്നെ സുഖിക്കാനും വൈബാക്കാനും മാത്രമുള്ളതായി മാറിക്കഴിഞ്ഞു. ഒരു ലക്ഷ്യമില്ല ജീവിതത്തിന്. എവിടുന്ന നമ്മൾ വരുന്നത്, എവിടെയൊക്കെ പോകുന്നത്, ആരാ പറഞ്ഞയച്ചത് എന്നുള്ള ചോദ്യമില്ല. ഇപ്പം ഈ കോട്ടക്കൽ അങ്ങാടിയിൽ ഒരു മനുഷ്യൻ ബസ് സ്റ്റോപ്പിൽ ഇങ്ങനെ നിൽക്കുകയാണ്. എവിടേക്കാ പോണ് എന്ന് അയാളോട് ചോദിച്ചു. അപ്പം അയാൾ പറഞ്ഞു എവിടേക്കും പോകും. ഏത് ബസ്സിന് കൈയ്യേട്ടി എവിടേക്കും പോകും എന്നൊരാൾ പറഞ്ഞാൽ നമ്മൾ അയാളെന്ന് അളക്കും. ഇയാളെ എവിടേക്കെങ്കിലും അല്ലേ പറഞ്ഞേക്കണ്ടേ, ഇയാളെ ഓളമ്പാറയൊക്കെ പറഞ്ഞേക്കണ്ട്. കാരണം അയാൾക്കൊരു ലക്ഷ്യമില്ല. എവിടേക്കും പോകുന്നുണ്ടെങ്കിൽ അത് പ്രശ്നമാണല്ലോ. നേരെ മറിച്ച് കൃത്യമായൊരു ലക്ഷ്യമുള്ള ആൾ അതിന് പണിയെടുക്കും. ഒരു തോണിക്കാരൻ ഒരു കരയിൽ നിന്നും മറുകരയിലേക്ക് തൻ്റെ തോണി തൻ്റെ യാത്രക്കാരുമായി കൊണ്ട് എത്ര ഒഴുക്കുള്ള പുഴയിലാണെങ്കിലും, എത്ര ഓളം വെട്ടുന്ന പുഴയിലാണെങ്കിലും, കാറ്റുണ്ടെങ്കിലും കോളുണ്ടെങ്കിലും അയാൾക്കൊരു ലക്ഷ്യമുണ്ട്. തൻ്റെ യാത്രക്കാരെ മറുകരയിൽ എത്തിക്കണം. അയാൾ ആ ലക്ഷ്യത്തിന് വേണ്ടി പണിയെടുക്കും. അതാണ് അയാളുടെ ഡ്യൂട്ടി. ഇതുപോലെ നമുക്കൊരു ഡ്യൂട്ടി അള്ളാഹു ഏൽപ്പിച്ചിട്ടുണ്ട്. അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ജീവിതവും മരണവും ഒക്കെ സംവിധാനിച്ചത് നിങ്ങളെ പരീക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. ആരാണ് ഏറ്റവും നല്ല അമല് ചെയ്ത് നല്ല കുപ്പായിട്ടെടുക്കണ ആരാ നോക്കാനല്ല, ആരാ നല്ല വണ്ടിന്റെ ആള് നോക്കാനല്ല, ആരാ നല്ല സർട്ടിഫിക്കറ്റുകൾ കരസ്ഥമാക്കി നോക്കാനല്ല. അതൊക്കെ ദുനിയാവിന്റെ ചവറാണ് പരലോകത്ത് വെച്ച് നോക്കുമ്പോൾ, വേണ്ടെന്നല്ല. അയ്യുക്കും അഹ്സനു അമല, ഏറ്റവും നല്ല സൽക്കർമ്മത്തിന്റെ ആൾ ആരാണെന്ന് അറിയാൻ വേണ്ടി അള്ളാഹു സുബ്ഹാനഹു വ തആല പരീക്ഷിച്ചറിയാൻ വേണ്ടിയിട്ടാണ്. അതിനാണ് ദുനിയാവും പിന്നെ മരണവും ജീവിതവും ഒക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല സംവിധാനിച്ചിട്ടുള്ളത്. ഇത് മറന്നുകൊണ്ടുള്ള നമ്മുടെ പോക്ക്, മുസ്ലിം സമുദായത്തിന്റെ പോക്ക്, യുവാക്കളും യുവതികളും നമ്മുടെ കൗമാരക്കാരും മധ്യവയസ്കന്മാരും എല്ലാവരും എവിടേക്കാണ് മനുഷ്യന്മാർ മരിച്ചു പോകുന്നത്? എന്താണ് ആ മരണത്തിന് ശേഷമുള്ള ഖബറിലെ അവസ്ഥ? എന്താണ് തനിക്ക് കൂട്ടിനുള്ളത്? പ്രിയമുള്ളവരെ, മരണം ഉറപ്പാണ്, സുനിശ്ചിതമാണ്. വെറുതെ സൃഷ്ടിച്ചോന്നല്ല അല്ലാഹു സുബ്ഹാനഹു വ തആല. ഭൂമിയിൽ എത്രയോ പ്രയാസപ്പെടുന്ന ആളുകളുണ്ട്, ബുദ്ധിമുട്ടുന്ന ആളുകളുണ്ട്. അള്ളാഹു നമുക്കൊരു ബുദ്ധിമുട്ടും കഷ്ടപ്പാടുമില്ലാതെ വെറുതെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ പടച്ചിട്ടത് വെറുതെ ഒന്നുമില്ല. അഫഹസിബതും അന്നമാ ഖലഖനാകും അബസ, നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ നിങ്ങളെ നാം സൃഷ്ടിച്ചത് വെറുതെ ഒരു പർപ്പസും ഇല്ലാതെ, ഒരു ലക്ഷ്യവുമില്ലാതെ നിങ്ങളെ സൃഷ്ടിച്ചതാണെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? അന്നക്കും ഇലൈനാ ലാ തുർജഊൻ, നമ്മളിലേക്ക് നിങ്ങൾ മടക്കപ്പെടുകയില്ല എന്ന് വിചാരിക്കുന്നുണ്ടോ? കൃത്യമായി മടക്കപ്പെടും. സുമ്മ തുറദ്ദൂന ഇലാ ആലിമിൽ ഗൈബി വശഹാദ, നാളെ പിറ്റേന്ന് പരലോകത്ത് രഹസ്യവും പരസ്യവും അറിയുന്ന പടച്ച റബ്ബിന്റെ മുമ്പിൽ നിന്ന് മറുപടി പറയേണ്ടി വരും. നമുക്ക് കിട്ടിയിട്ടുള്ള ഓരോ നാണയത്തുട്ടിനും. നമ്മൾ അന്തിയുറങ്ങിയ നമ്മളെ ഏറ്റവും നല്ല സംവിധാനം, നമ്മുടെ വീട്, നമ്മുടെ വാഹനങ്ങൾ, നമ്മുടെ മക്കൾ, സമാധാനത്തിലുള്ള ജീവിതം, ഒക്കത്തിന് മറുപടി പറയേണ്ടി വരും. എന്ത് ശുക്ർ ചെയ്തു, എന്ത് നിഅമത്ത് ചെയ്തു എന്നുള്ളത് പറയേണ്ടി വരും. എന്നാ പറയേണ്ടത്? സഹോദരന്മാരെ, അടുത്ത സെക്കൻഡിൽ പറയേണ്ടി വരും. ഈ ക്ലാസ് നിർത്തി ഞാനും നിങ്ങളും വീട്ടിലേക്ക് പോകുമെന്ന് ഒരു പ്രതീക്ഷയില്ല നമുക്ക്. അവിടെ മുതൽ നമ്മുടെ ആഖിറം തുടങ്ങുകയാണ്, യഥാർത്ഥ ജീവിതം തുടങ്ങുകയാണ്.
അതുകൊണ്ട് തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, മനുഷ്യന്മാരെ, സൂറത്തുൽ ബഖറയിലെ പണ്ഡിതന്മാര് പറഞ്ഞു, ഖുർആനിലെ ഏറ്റവും അവസാനത്തെ ആയത്ത്, അള്ളാഹ് അവസാനത്തെ ആയത്ത് ഖുർആന്റെ അവതരണം ഫുൾ സ്റ്റോപ്പ് ഇട്ടത് വത്തഖൂ യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ് എന്ന് പറഞ്ഞിട്ടാണ്. വത്തഖൂ, നിങ്ങൾ സൂക്ഷിക്കണം കേട്ടോ, യൗമൻ, ഒരു ദിവസത്തെ, തുർജഊന ഫീഹി ഇലല്ലാഹ്, ആ ദിവസം നിങ്ങൾ അല്ലാഹുവിലേക്ക് മടക്കപ്പെടുന്ന ദിവസമാണ്. തുമ്മ തുവഫാ കുല്ലു നഫ്സിൻ മാ കസബത് വഹും ലാ യുദ്ലമൂൻ. തുമ്മ തുവഫാ കുല്ലു നഫ്സിൻ മാ കസബത് വഹും ലാ യുദ്ലമൂൻ. അഥവാ അള്ളാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് മടക്കപ്പെടുന്ന മരണമെന്ന ആ ദിവസം, അള്ളാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്ന ആ ദിവസം, അത് നിങ്ങൾ സൂക്ഷിക്കണം. നിങ്ങൾ എന്തൊന്ന് ചെയ്തു, എന്താണ് ചെയ്തു കൂട്ടിയിട്ടുള്ളത്, പരലോകത്തിന് വേണ്ടി, യഥാർത്ഥ ലോകത്തിന് വേണ്ടി എന്ത് ചെയ്തു വെച്ചിട്ടുണ്ട്, നമ്മുടെ നമസ്കാരങ്ങൾ എങ്ങനെ, നമ്മുടെ രഹസ്യ ജീവിതം എങ്ങനെ, നമ്മുടെ പരസ്യ ജീവിതം എങ്ങനെ, നമ്മുടെ സാമ്പത്തിക, കൗടംബിക, രാഷ്ട്രീയ, സംസ്കാര ഏതേത് മണ്ഡലങ്ങളും എങ്ങനെയാണ്, അള്ളാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് പൊരുത്തമുള്ള ജീവിതം നയിച്ചോ ഇല്ലേ എന്നുള്ളത് പടച്ച റബ്ബ് സുബ്ഹാനഹു വ തആല ചോദിക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാം, നിങ്ങൾ ആ ഒരു ദിവസത്തെ ഓർക്കണം, ആ ഒരു ദിവസത്തെ നിങ്ങൾ ഓർക്കേണ്ടതുണ്ട്. കാരണം ഓരോരുത്തർ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു സെക്കൻഡിൽ ലോകത്ത് 3 പേർ മരിക്കുന്നു എന്നാണ് കണക്ക്. ഒരു സെക്കൻഡിൽ. എങ്ങനെ? സാധാരണ നിലക്കുള്ള മരണം, യുദ്ധങ്ങളും അതേപോലെ തന്നെ കലാപങ്ങളും അതുപോലെ തന്നെ പ്രകൃതി ദുരന്തങ്ങളും ഒന്നും ഇല്ലാതെ തന്നെ ഒരു സെക്കൻഡിൽ 3 പേർ മരിക്കുന്നുണ്ട്. ഞാനിപ്പോ ഈ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ എത്ര സെക്കൻഡായി? ഓരോ സെക്കൻഡിൽ 3 പേര് ലോകത്ത് മരിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഒരു മിനിറ്റിൽ എത്ര ആൾ മരിക്കുന്നുണ്ട്? അപ്പോൾ ഒരു മണിക്കൂറിൽ, പ്രിയമുള്ളവരെ, എത്ര ആൾ മരിച്ചു കഴിഞ്ഞു? ആയിരക്കണക്കിന് ആളുകൾ മരിച്ചു കഴിഞ്ഞു ഒരു ദിവസത്തിൽ. പക്ഷെ നമുക്ക് നറുക്ക് വീണിട്ടില്ല. നമുക്കും നറുക്കുവീയും പ്രിയമുള്ളവരെ, എൻ്റെ പ്രിയമുള്ള എന്നെ കേൾക്കുന്ന സഹോദരിമാരെ, പടച്ചറബിനെ മറന്ന് തുള്ളിച്ചാടുന്നവരെ, ലോകമേ നമുക്കും നറുക്കുവിടും. വാട്സാപ്പിൽ നമ്മുടെ ഫോട്ടോ വരും, നമ്മളെ കുറിച്ചുള്ള വാർത്ത വരും. നമ്മളെ സുഹൃത്തുക്കളും നമ്മളെ അറിയുന്നവരും നമ്മളെ കുടുംബക്കാരും നമ്മുടെ നാട്ടുകാരും ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന സ്റ്റിക്കർ അതിന്റെ താഴെ ഇങ്ങനെ പോസ്റ്റ് ചെയ്യും. അത് യുവാവാണോ യുവതിയാണോ, ആരോഗ്യമുള്ളവനാണോ ആരോഗ്യമില്ലാത്തവനായോ എന്നുള്ള നോട്ടല്ല, ആർക്കും നറുക്ക് പോകും. കാരണം ഒരു സെക്കൻഡിൽ 3 ആൾ മരിക്കണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഓരോ ദിവസവും ഒരു രാത്രി ലോകത്തിന്റെ കണക്ക് ഉറങ്ങാൻ കിടന്നിട്ട്, ഒരു മനുഷ്യന്മാര് ഉറങ്ങാൻ കിടന്നിട്ട് ഉറക്കത്തിൽ ഓരോ ദിവസവും 35,000-ന്റെയും 50,000-ന്റെയും ഇടയിൽ ലോകത്ത് ഉറക്കത്തിൽ ആളുകൾ മരണപ്പെട്ടു പോകുന്നു എന്നാ പറഞ്ഞത്. 35,000-ന്റെയും 50,000-ന്റെയും ഇടയിൽ ആളുകൾ ഉറക്കത്തിൽ മരണപ്പെട്ടു പോകുന്നു. നമ്മൾ 10, 40, 50, 60 കൊല്ലായിട്ട് നമ്മൾ റൂഹിനെ അള്ളാഹു പിടിച്ചിങ്ങനെ തരികയാണ്. അല്ലാഹു യതവഫൽ അൻഫുസ ഹീന മൗതിഹാ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, അല്ലാഹു യതവഫൽ അൻഫുസ ഹീന മൗതിഹാ വല്ലതീ ലം തമുത് ഫീ മനാമിഹാ ഫയുംസികുല്ലതീ ഖളാ അലൈഹൽ മൗത് വയുർസിലുൽ ഉഖ്റാ ഇലാ അജലിൻ മുസമ്മാ. അല്ലാഹു സുബ്ഹാനഹു വ തആല റൂഹിനെ പിടിക്കുന്ന ആരെ? അള്ളാഹു മരിപ്പിക്കാൻ ഉദ്ദേശിച്ചവരുടെ റൂഹിനെ പിടിക്കുന്നു. അതേപോലെ തന്നെ ഉറങ്ങുന്നവന്റെ റൂഹിനെയും പിടിക്കുന്നു. ഓരോ ദിവസവും അല്ലാഹു നമ്മളെ റൂഹിനെ പിടിക്കുന്നുണ്ട്, നമ്മൾ ആത്മാവിനെ പിടികൂടുന്നുണ്ട്. എന്നിട്ട് അവൻ മരിക്കേണ്ടവനാണോ എങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവനത് കൊടുക്കുന്നില്ല, തിരിച്ചു കൊടുക്കുന്നില്ല. അവൻ ജീവിക്കേണ്ടവനാണ്, ഒരു പ്രഭാതവും കൂടി കാണേണ്ടവനാണെങ്കിൽ തൻ്റെ ഭാര്യയിലേക്ക്, തൻ്റെ ഭർത്താവിലേക്ക്, തൻ്റെ കുടുംബത്തിലേക്ക്, തൻ്റെ ജീവിതത്തിലേക്ക്, തൻ്റെ വീട്ടിലേക്ക്, തൻ്റെ രസങ്ങളിലേക്ക്, ഹരങ്ങളിലേക്ക്, അല്ലെങ്കിൽ തൻ്റെ ഇബാദത്തുകളിലേക്ക്, പടച്ചറബിനെ പേടിച്ചുകൊണ്ടുള്ള ജീവിതത്തിലേക്ക് ഒന്നും കൂടി ഒരു ദിവസം കൂടി ഏറെ കൊടുക്കണോ? അല്ലാഹു സുബ്ഹാനഹു വ തആല വയുർസിലുൽ ഉഖ്റാ ഇലാ അജലിൻ മുസമ്മ, ഒരു നിശ്ചിത സമയത്തേക്ക് അല്ലാഹു വീണ്ടും കൊടുക്കുകയാണ്. ഇന്ന് ഈ ദിവസം രാവിലെ നമ്മൾ എണീറ്റു, നമ്മളെ ചുറ്റുപാടുകളിലുള്ള പലരും എണീറ്റിട്ടില്ല, നമ്മളെ ജില്ലയിലുള്ള പല ആളുകളും എണീറ്റിട്ടില്ല. നമ്മളും എണീക്കാത്തൊരു ദിവസം ഉണ്ടാവും സഹോദരന്മാരെ. ബാപ്പു സാധാരണ തഹജ്ജുദിന് എണീക്കണാണ്. തഹജ്ജുദിന് വിളിച്ചു നോക്കി വാപ്പാനെ അല്ലെങ്കിൽ ഉമ്മാനെ അല്ലെങ്കിൽ വല്ലിപ്പ എണീക്കണില്ല. അപ്പൊ വല്യമ്മ വിചാരിച്ചു,
അല്ലെങ്കിൽ വല്യമ്മ എണീക്കാത്തതുകൊണ്ട് വല്യപ്പ വിചാരിച്ചു ക്ഷീണിച്ചു ഉറങ്ങിയതേക്കാളും സുബിക്ക് വിളിക്കാലോ എന്ന്. പക്ഷെ സുബി ആയിട്ടും എണീക്കുന്നത് കാണുന്നില്ല. അപ്പൊ ഒന്ന് തട്ടി ശരിക്കും തട്ടി വിളിച്ചു നോക്കിയപ്പോൾ വിറങ്ങലിച്ച് കിടക്കുകയാണ്. ഇതാണ് മനുഷ്യന്റെ അവസ്ഥ. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല തിരിച്ചു കൊടുത്തിട്ടില്ല. ഇങ്ങനെ 50,000-ഓളം ആളുകൾ ഓരോ ദിവസവും ലോകത്ത് മരണപ്പെടുന്നത് നമുക്ക് നറുക്ക് വീണിട്ടില്ല. പക്ഷെ ഒരു ദിവസം നറുക്ക് വീഴും. ഈ നറുക്ക് വീണ് നമുക്ക് പോകാനുള്ളത് നമ്മുടെ യഥാർത്ഥ വീടായ ഖബറിലേക്ക് എന്ത് കൊണ്ടുപോകാനുണ്ട്? അത് എന്നാ സഹോദരന്മാരെ? നമുക്കൊരു ഓർഡർ ഉണ്ട്. ആദ്യം വല്യപ്പ മരിക്കും, പിന്നെ വല്യമ്മ മരിക്കും, പിന്നെ വാപ്പ മരിക്കും, അല്ലെങ്കിൽ മൂത്താപ്പ മരിക്കും, പിന്നെ വാപ്പ മരിക്കും, പിന്നെ ഉമ്മ മരിക്കും, മൂത്ത ജ്യേഷ്ഠം മരിക്കും. അങ്ങനെ ഒരു ഓർഡർ ഉണ്ട് നമ്മളൊക്കെ മനസ്സിൽ. അങ്ങനെ ഇങ്ങനെ പോവുള്ളൂ നമ്മൾ വിചാരിച്ചിട്ടുള്ളത് അല്ലേ? ഇതൊക്കെയാണ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. പ്രിയമുള്ള സഹോദരന്മാരെ, വീട്ടിൽ പമ്പേഴ്സ് ഇട്ട് കിടന്നുറങ്ങണ കുട്ടി, വീട്ടില് പാമ്പേഴ്സ് ഇട്ടിട്ട് കിടന്നുറങ്ങണ കുട്ടി വിളിച്ചു നോക്കിയപ്പോ എണീക്കണില്ല, കുട്ടിക്ക് അനക്കല്ല. വാരിയെടുത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി, മരിച്ചിട്ട് എത്ര സമയം, 4 മണിക്കൂർ മുമ്പ് മരിച്ചിരിക്കണെന്ന് ഡോക്ടർ. ഇതാണ് അവസ്ഥ അല്ലേ? അപ്പൊ ഇങ്ങനെ ഒരു പോക്ക് പോകാനുണ്ട്. കവി പറയുകയുണ്ടായി, തസവ്വദ് മിനത് തഖ്വ ഫഇന്നക ലാ തദ്രി ഇദാ ജന്ന ലൈലുൻ ഹൽ തഈശു ഇലൽ ഫജ്രി. മനുഷ്യ തഖ്വയാകുന്ന യാത്രാ മുന്നൊരുക്കം ഒരുക്കിക്കോ, തഖ്വയാകുന്ന യാത്രാ മുന്നൊരുക്കം നടത്തിക്കോ. എന്താ തഖ്വ എന്ന് പറഞ്ഞാൽ? അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഭയപ്പെട്ടുകൊണ്ട് ഹറാമുകൾ കാണാതെ, തന്റെ കണ്ണിന്റെ മുമ്പിൽ വൃത്തികെട്ട പെണ്ണുങ്ങളുടെയും ആണുങ്ങളുടെയും ആഭാസങ്ങളും തോന്നിവാസങ്ങളും വന്നു നിന്നിട്ടും പടച്ചറപ്പിന് പൊരുത്തമില്ല. അവിടെ ഹയാ ആണ്. നാട്ടേര് മുമ്പിൽ വൃത്തികേട് കാണൂലല്ലോ. എന്തേ? നാട്ടേര് കാണുന്നുള്ള പേടി. പക്ഷെ അതിനേക്കാൾ എൻ്റെ പ്രിയപ്പെട്ട റബ്ബ് കാണുന്നുള്ള പേടി. എല്ലാ സംവിധാനം ഉണ്ട്, മൊബൈലും ഉണ്ട്, അതേപോലെ തന്നെ നെറ്റും ഉണ്ട്, നല്ല സ്പീഡ് നെറ്റും ഉണ്ട്, എന്തും കാണാം. എന്താ ക്ലിക്ക് ചെയ്ത് പോകാത്തത്? ക്ലിക്ക് ചെയ്ത് പോകാതിരിക്കാനുള്ള ഒരു കാരണമുണ്ട്. എന്ത്? അല്ലാഹു സുബ്ഹാനഹു വ തആല 4 ഗ്രന്ഥം കയ്യിൽ തരും. എന്നിട്ട് ഇടത് കയ്യിൽ ഗ്രന്ഥം വാങ്ങിയിട്ട് അവൻ പറയും, മാലി ഹാദൽ കിതാബു ലാ യുഗാദിറു സഗീറതൻ വലാ കബീറതൻ ഇല്ലാ അഹ്സാഹാ. കോടാനുകോടി ആളുകളെ വിലപിക്കുന്ന വിലാപമാണ് സൂറത്തുൽ കഹ്ഫിലൂടെ റബ്ബ് പഠിപ്പിക്കുന്നത്. ഞാനും നിങ്ങൾ അതിൽ പെടാൻ പാടില്ല. എന്തൊരു ഗ്രന്ഥമാണ് പടച്ചോനെ! ഞാൻ ചെയ്തിട്ടുള്ള ചെറുതും വലുതുമായി എല്ലാം ഇതിലുണ്ടല്ലോ. ഇത് ശരിയാവണ്ണം നാളെ നടക്കാൻ ഇത് ബാലരംഭ കഥയല്ല. ഇത് മനുഷ്യന്മാർക്ക് നടക്കാനുള്ളതാണ്. വലത് കയ്യിൽ ഗ്രന്ഥം നൽകപ്പെട്ട ഹാവു മുഖ്റവു കിതാബിയ ഇന്നി ളനന്തു അന്നി മുലാകിൻ ഹിസാബിയ ഫഹുവ ഫീ ഈശത്തിർ റാദിയ ഫീ ജന്നത്തിൻ അലിയ. വലത് കയ്യിൽ ഗ്രന്ഥം കയ്യിൽ കിട്ടിയിട്ട് അവന് മനസ്സിലായി സ്വർഗമാണ്, സ്വർഗത്തിലേക്കാണ് ആനയിക്കപ്പെടുന്നത്. അതിനുള്ള പണിയെടുത്തിട്ടുണ്ട്. ഹാവു മുഖ്റവു കിതാബിയ, മറ്റുള്ളവരെ കാണിക്കണേ, എൻ്റെ ഗ്രന്ഥം നിങ്ങൾ നോക്കൂ. എന്തൊരു സന്തോഷമാണ്. അതാണ് വിജയം. അത് SLCക്ക് ഫുൾ A+ കിട്ടിയ പോലെയല്ല. SLCക്ക് ഫുൾ A+ കിട്ടിച്ചിട്ട് വിജയിച്ചിട്ടില്ല. +2 ചിലപ്പോൾ തോൽക്കാം. +2 ഫുൾ A+ കിട്ടിയ എൻട്രൻസ് തോൽക്കാം. പക്ഷേ വമൻ സുഹ്സിയ അനിൻ നാരി വഉദ്ഖിലൽ ജന്നത ഫഖദ് ഫാസ് വമൽ ഹയാത്തുദ് ദുനിയാ ഇല്ലാ മതാഉൽ ഗുറൂർ. ഏറ്റവും വലിയ വിജയം എന്താ? ദുനിയാവിലെ വിജയമല്ല സഹോദരന്മാരെ. ഇത് നമുക്കത് ബോധ്യപ്പെടുന്നില്ല. ദുനിയാവിലെ വിജയമല്ല പ്രിയമുള്ളവരെ വിജയം. വമൻ സുഹ്സിയ അനിൻ നാരി വഉദ്ഖിലൽ ജന്ന, നരകത്തുനിന്ന് രക്ഷപ്പെട്ട് സ്വർഗത്തിലേക്ക് എത്തിയാൽ ഫഖദ് ഫാസ്, അവൻ വിജയിച്ചിരിക്കുന്നു. പിന്നെ അങ്ങോട്ട് പരാജയമല്ല, പിന്നെ പരീക്ഷണങ്ങളില്ല പ്രിയമുള്ളവരെ. എന്നിട്ട് അല്ലാഹ് പറയണം, അതാണ് ഇട്ട കൂട്ടരെ വിജയം. എത്രയാണ് പ്രിയപ്പെട്ട റഹ്മാനായ റബ്ബ് നമുക്ക് ഓതി തന്നത്. എന്നിട്ട് റബ്ബ് സുബ്ഹാനഹു വ തആല പറയാ, ആ പരലോക വിജയത്തിന്, ആ സ്വർഗം എന്ന വിജയത്തിന്റെ അത് മറന്നുകൊണ്ട് ആ ദുനിയാവിന്റെ പിന്നാലെ ഓടണ്ട. ദുനിയാവ് എന്ന് പറഞ്ഞ വഞ്ചനയുടെ ചരക്കാണ്. വഞ്ചിക്കും ദുനിയാവ്. ദുനിയാവ് എന്ന് പറഞ്ഞാൽ അതിന്റെ രസങ്ങളും അതിന്റെ പളവളപ്പും അതിന്റെ സുഖങ്ങളും മനുഷ്യനെ വഞ്ചിക്കും. അതുകൊണ്ട് സൂക്ഷിക്കണം. ഒമൽ ഹയാത്തു ദുനിയാ ഇല്ലാ മതാഉൽ ഗുറൂർ. വഞ്ചനയുടെ ചരക്കാണ് ദുനിയാവ്. അതുകൊണ്ട് സൂക്ഷിച്ചും കണ്ടും കൈകാര്യം ചെയ്യേണ്ട സാധനമാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പറഞ്ഞു തരാണ്. അപ്പൊ കേവലം ഷെൽട്ടറാണ് ഈ ദുനിയാവ്. ഇതാണ് എല്ലാം എന്ന് വിചാരിച്ച് അതിനെ കെട്ടിപ്പിടിച്ച് കൂടിയിരുന്നെങ്കിൽ പരലോകം അത് നഷ്ടപ്പെടും. പക്ഷെ ഇന്നത്തെ ഒരു അവസ്ഥ എന്താ സഹോദരന്മാരെ? എന്തൊരവസ്ഥയാണ് സോഷ്യൽ മീഡിയയുടെയും അതേപോലെ തന്നെ ഈ ഒരു നമ്മുടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഈ നിലക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞു തന്നു. ഈ അനുഗ്രഹങ്ങളെല്ലാം
ദുനിയാവ് മാത്രമായി ദുനിയാവിന്റെ രസങ്ങളിലേക്ക്, അതിന്റെ രസങ്ങളും ഹരങ്ങളും അതിന്റെ പളവളപ്പും ഇതിലേക്ക് പോവുകയാണ്. ഞാൻ പലപ്പോഴും നമ്മളിങ്ങനെ ആലോചിക്കാറുണ്ട്, ഒരു സാധാരണ നമ്മൾ മൊബൈലും സംവിധാനങ്ങളും അതിലൂടെ വഴിതെറ്റുന്ന യുവത്വത്തെക്കുറിച്ച് പറയുന്നു, അതേപോലെ തന്നെ നമ്മളെ കൗമാരക്കാരെ കുറിച്ച് പറയുന്നു. അതിൽ പറയാൻ നല്ലത് തുടങ്ങാൻ നല്ല എപ്പോഴാണെന്നറിയോ? തുടങ്ങാൻ നല്ലത് നമ്മളെ വയസ്സന്മാരെ കുറിച്ച് പറഞ്ഞിട്ടാ. ഇന്ന് എല്ലാവരുടെ അടുത്തുണ്ട് എന്ത്? നല്ല ആൻഡ്രോയിഡ് ഫോണുകളും നല്ല സംവിധാനങ്ങളും വല്യാപ്പാരുടെ അടുത്തുണ്ട്, എല്ലാവരുടെ അടുത്തുണ്ട്. നമുക്കൊക്കെ അറിയാമായിരുന്നു, നിങ്ങൾക്കൊക്കെ തന്നെ അറിയുണ്ടാവും. ഇശാഇന് ഈ മഗ്രിബിന് പള്ളിയിൽ വന്നാൽ, മഗ്രിബിന് പള്ളിയിൽ വന്നിട്ടുണ്ടെങ്കിൽ നമ്മളെ പല കാരണവന്മാരും പിന്നെ ഇശാ കഴിഞ്ഞിട്ട് പള്ളിയിൽ നിന്ന് പോവുള്ളൂ. ആ ഒരു മഗ്രിബിന്റെ അടിയിൽ ഒരു ജുസുവും അര ജുസുവും ഒക്കെ എന്നുകൊണ്ട് ഓതി തീർക്കുന്ന, സ്ഥിരമായി ഓതുന്ന ആളുകൾ ഇന്ന് മഗ്രിബ് കഴിഞ്ഞതിന് ശേഷം ദിക്ർ ചൊല്ലി ഓടുകയാണ്. എന്തിന്? മൊബൈലുമിലാണ് നമ്മളെ വല്യാപ്പാര്, നമ്മുടെ മധ്യവയസ്കര്. ഓതാൻ സമയമില്ല. കാരണം എന്താ? ഓൽക്ക് ഇങ്ങനെ ഒരു രസം ഇങ്ങനെ കിട്ടിയതാണ്. കുട്ടികൾ ജനിച്ചപ്പോഴേ ആ രസത്തിലാണ്. നമ്മൾ ഈ രസമൊന്നും അറിയാതെ ഇങ്ങനെ ജീവിച്ചു. 60-ാം വയസ്സിൽ വല്യാപ്പാന്റെ കയ്യിൽ നല്ല ഇത് കിട്ടി, 50-ാം വയസ്സിൽ കിട്ടി വാപ്പാന്റെ കയ്യിൽ. പിന്നെ അതിങ്ങനെ കാണാണ്, അന്യ പെണ്ണുങ്ങളെയും അന്യ ആണുങ്ങളെയും ഹറാമ് കാണുന്ന വല്യമ്മ. ഇശാ മഗ്രിബിന്റെ ഇടയിൽ ഉമ്മാക്കൊന്നും ഓതാൻ നേരമില്ല. ഇശാ മഗ്രിബിന്റെ ഇടയിൽ പണ്ടൊക്കെ ഒരു തബാറക്കും അതേപോലെ തന്നെ ഒരു യാസീനും ഒരു റഹ്മാനൊക്കെ ഓതിയിരുന്നു. അത് മാത്രം ഓതണ്ടേ, അത് വേറെ ചർച്ച, അത് ഇരിക്കട്ടെ. പക്ഷെ എന്തേലൊക്കെ ഒന്ന് ഓതിയിരുന്നു, ഓതാൻ നേരമില്ല, ഇക്രല്ല നേരമില്ല. അപ്പോൾ അതിനുമ്മ ഇവിടെ എത്തി, ബാപ്പാര് ഇവിടെ എത്തി, ഇതിമേ തോണ്ട് കളിക്കാണ്. ഇത് നിൽക്കണില്ല. എപ്പോഴാ നിൽക്കുന്നറിയോ? ഹത്താ സുർത്തുമുൽ മഖാബിർ, കബറിടം സന്ദർശിക്കുമ്പോൾ നിൽക്കും. മറ്റേതൊരു റീല് നിൽക്കൂല സഹോദരന്മാര്. ഒരു റീൽ കണ്ടാൽ 10,000-കണക്കിന് റീല് ബാക്കിൽ. എന്തായി കാണുന്നത്? എന്താണ് ഈ തീർക്കണത്? നമ്മുടെ ആയുസാണ് തീർക്കണത്. ഇതല്ല അവസ്ഥ. എത്ര സമയം പ്രിയമുള്ള എൻ്റെ രക്ഷിതാക്കളെ നമ്മൾ അതിൽ കളയുന്നു. കുട്ടികളത് അവിടെ നിൽക്കട്ടെ. ഇനി നമുക്ക് എവിടെയാണ് സമയമുള്ളത്? ജീവിതത്തിന്റെ വൈകുന്നേരങ്ങളിലെത്തി, എല്ലാവിധ അസുഖങ്ങൾക്കും പിടിയിലായി, കൂടെയുള്ള ആളുകളൊക്കെ പിരിഞ്ഞുപോയി. കൂടെ പഠിച്ചവർ, നമ്മുടെ വയസ്സിന് താഴെയുള്ള ആളുകൾ ഇല്ല ഉമ്മമാരെ, നമ്മുടെ അയൽവാസികൾ, നമ്മുടെ കൂട്ടുകാരികൾ ഒക്കെ പിരിഞ്ഞുപോയി. ഞാൻ മാത്രം ബാക്കിയുള്ളത്. എൻ്റെ സമയം കാത്തു കിടക്കാണ്. എന്നിട്ട് ഈ സാധനം, ഈ ഉപകരണം എന്ന് നശിപ്പിക്കാൻ പാടില്ല. ആവശ്യമില്ലാത്ത ചർച്ചകളും രാഷ്ട്രീയ ചർച്ചകളും. രാഷ്ട്രീയക്കാർ ഇന്നൊന്ന് പറയും, നാളൊന്ന് പറയും, മറ്റന്നാൾ ഇത് രണ്ടും അല്ലാത്തൊന്ന് പറയും. നമ്മളിതിങ്ങനെ നോക്കുകയാണ്. ആ ചാനൽ എന്ത് പറഞ്ഞു, ഈ ചാനൽ എന്ത്. ഇങ്ങനെ ആവശ്യമില്ലാത്ത കുറെ വ്ളോഗർമാരുടെയും കുറെ ആഭാസങ്ങളും തോന്നിവാസങ്ങളും കുറെ വൃത്തികേടുകളും കണ്ട് ആസ്വദിച്ച് നമ്മുടെ സമയം കളയുകയാണ്. യുവത്വത്തിന്റെ കാര്യം പറയേണ്ട ആവശ്യമില്ല. വല്ലാത്ത എന്താണ് നമ്മുടെ ലക്ഷ്യം? എന്താണ്? എവിടേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്? കോളേജിന്റെ വിദ്യാഭ്യാസത്തിന്റെ സ്കൂളിന്റെ പേര് പറഞ്ഞ് ആണും പെണ്ണും കൂടിക്കല്ലിന് പ്രശ്നമില്ല. ആണും പെണ്ണും എന്നുള്ളൊരു വ്യത്യാസം തന്നെ ഇല്ലാതായി പോയി. പ്രേമത്തിന്റെ പേരും പറഞ്ഞ്, അല്ലെങ്കിൽ തൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്, അത് ബോയ് ഫ്രണ്ട് ആകട്ടെ ഗേൾ ഫ്രണ്ട് ആകട്ടെ, രാവിലെ മുതൽ 10 മണി മുതൽ 4 മണി വരെ ഒപ്പം ഇരുന്ന് സംസാരിച്ച് തോളിൽ കൈയിട്ട്, അതേപോലെ തന്നെ കഫേകളിൽ, അത് കഴിഞ്ഞതിന് ശേഷം വീട്ടിലേക്ക് വന്ന് ചാറ്റിങ്ങുകളും, ഇങ്ങനെ ഹറാമുകൾ ചെയ്ത്, ഹറാമുകൾ സംസാരിച്ച്, ഹറാമുകൾ കൊണ്ട് മനസ്സുകൾ കൊണ്ട് ആഗ്രഹിച്ച്, തൻ്റെ ശരീരം പോലും പണയപ്പെടുത്തി കൊടുത്ത്, അതൊന്നൊരു പ്രശ്നമില്ലാതെ ആയിക്കഴിഞ്ഞു അല്ലേ? ഈ ഒരു അവസ്ഥാവിശേഷം. പെൺകുട്ടിക്ക് കല്യാണം വേണ്ട, 22 വയസ്സായി 20 വയസ്സായി, എന്ത് ജോലി കിട്ടട്ടെ, ജോലി കിട്ടിയിട്ട് എന്ത്, ഈ ജോലിയല്ല, കുറച്ചുകൂടി വേറൊരു ജോലി കിട്ടട്ടെ. എന്തേ കല്യാണം? ഉത്തരവാദിത്തമാണ്. ഭർത്താവ് അതൊരു ചൊറയാണ്, ഒരു ബുദ്ധിമുട്ടാണ്. ഉത്തരവാദിത്തം എന്ന് പറഞ്ഞാൽ വലിയ പ്രയാസമാണ്. മറ്റെങ്ങനെ പാറി നടക്കുക? എന്തെങ്കിലും ഒരു ചെറിയ ജോലിന്റെ പേരും പറഞ്ഞ് ഏതെങ്കിലും ഓഫീസുകളിലേക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും സ്ഥാപനങ്ങളിലേക്ക് പോയി രാവിലെ മുതൽ വൈകുന്നേരം വരെ ആണുങ്ങളുമായിട്ടും ആണുങ്ങളാണെങ്കിൽ പെണ്ണുങ്ങളുമായിട്ടും, എന്നിട്ട് അവർ ടൂർ പോകുന്നു, അവർ കമ്പനി അടിക്കുന്നു, അവരൊരു ലോകം. കല്യാണം കഴിച്ച തൻ്റെ ഭർത്താവ്, തൻ്റെ പ്രിയപ്പെട്ട ഭർത്താവിൻ്റെ, അയാളുടെ സന്തോഷങ്ങൾ, അവളുടെ സന്തോഷങ്ങൾ, ഭാര്യയും ഭർത്താവും ആ ഹലാലുകൾ മാത്രം ചെയ്ത്
അതിൽ ഹരം കണ്ടെത്താൻ സാധിക്കണില്ല. പെണ്ണ് കെട്ടിയ കാല് കെട്ടി പറക്കാൻ പറ്റൂല. ഈ ഒരു അവസ്ഥയിലേക്ക് മാറിക്കഴിഞ്ഞ് ആരെ കാര്യം ഞാൻ ഈ പറയണത്? നമ്മളെ വീട്ടിലെ കാര്യമാണ് പറയണത്, ആരാന്റെ കാര്യമല്ല പറയണത്. നമ്മളെ വീട്ടിലെ പെൺകുട്ടികൾക്ക് 22 വയസ്സായിട്ട് 23, 25 വയസ്സായിട്ട് മാതാപിതാക്കൾ കാലുടിക്കുകയാണ് മോളെ ഒരു കല്യാണത്തിന് വേണ്ടിയിട്ട്. ഈ കല്യാണം നടത്തി, കല്യാണം കഴിഞ്ഞു എന്ന് വിചാരിക്കുക, നല്ലതിലേക്ക് പോകണ്ട, ഇല്ല, ഒരു പ്രശ്നമില്ല. വീട്ടിൽ നിന്ന് നമ്മൾ സാധാരണ മത്തി വാങ്ങിക്കൊണ്ടുവരും, ഒരു 200 രൂപേൻ്റെ മത്തി. പറ്റ ചീഞ്ഞതാണെന്ന് അറിയുമ്പോൾ നമുക്ക് അറിയണ മീൻകാരൻ തിരിച്ചും കണ്ടനെ കൊടുക്കും എന്ന പോലെയാണ് നിക്കാഹ്. ഒരു വിലയില്ല. എത്രയാണ് ഡിവോഴ്സ് കേസുകൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്? എത്രയാണ് പ്രിയമുള്ളവരെ? ലക്ഷക്കണക്കിന് രൂപയുടെ ആർഭാടത്തോട് കല്യാണം നടത്തിയിട്ട് 2-3 ദിവസം വെച്ച് കല്യാണം നടത്തിയിട്ട് പിന്നെ നമ്മൾ കേൾക്കണ ഓലിപ്പോൾ അവിടെ പിരിഞ്ഞ ഒരു വിഷയമുള്ള കാര്യമല്ല. എവിടെയാണ് ദീനിന്റെ മൂല്യങ്ങൾ സഹോദരന്മാരെ? നമ്മൾ ആലോചിച്ച് നോക്കണം. ഈ ദുനിയാവ് എന്താണ് പ്രിയമുള്ളവരെ? ഈ ദുനിയാവ് എന്താണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ദുനിയാവ് വളരെ നിസ്സാരമാണെന്ന് പഠിപ്പിക്കാൻ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ മദീന തെരുവിലൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പോകണം. ഫമറ ബിജദീൻ അസക്ക് മയ്യിത്ത്, ഒരു ആട്ടിൻകുട്ടി ചത്ത്, അത് വെയിലിങ്ങനെ കൊണ്ടിട്ട്, മരുഭൂമിയുടെ വെയിൽ കൊണ്ടിട്ട് അതിങ്ങനെ ഉണങ്ങി പറഞ്ഞു പോയിട്ടുണ്ട്. നബി കരീം സല്ലല്ലാഹു അതിന്റെ ചെവി കീറിയിട്ടുണ്ട്, ഉണങ്ങിയിട്ടുണ്ട്, ചത്ത് ഉണങ്ങിയിട്ടുണ്ട്. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെങ്ങനെ എടുത്തിട്ട് ചോദിച്ചു, ഇത് ആർക്കാണ്? അയ്യുക്കും യുഹിബ്ബു അന്നഹാദ ലഹു ബിദിർഹം, ഇത് ആർക്കാ ഒരു ദിർഹമിന് വേണ്ടത്? ഒരു ദിർഹമിന് ഇത് ആർക്കാ വേണ്ടത് എന്ന് സഹാബത്തിനോട് ചോദിക്കുകയുണ്ടായി. അപ്പൊ സഹാബത്ത് പറഞ്ഞു, അള്ളാഹുവിന്റെ പ്രവാചകരെ, മാ നുഹിബ്ബു അന്നഹു ലനാ ബിശൈഇൻ വമാ നസ്നഉ ബിഹി, ഇത് ഞങ്ങൾക്കാർക്കും വേണ്ട പ്രവാചകരെ. ഈ ചത്ത ഇത് പിന്നെ തൊലിയെടുക്കാനും കൂടി പറ്റൂല, കാരണം ചെവി കീറിയാണ്, അതന്നെ ഐബാണ്. ഇത് ജീവനുണ്ടെങ്കിൽ പോലും ഞങ്ങൾ അത് ഉപയോഗിക്കൂല, അത് ഐബാണ്. ഇത് ആർക്കാ റസൂലെ? എന്തിനാണ്? നിങ്ങൾ വെറുതെ തന്നാൽ പോലും ഞങ്ങൾ ഉപയോഗിക്കൂല, എന്നിട്ടാണ് ഒരു ദിർഹമിന് എന്ന് സഹാബത്ത് ആ രീതിയിൽ പ്രതികരിച്ചപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയുണ്ടായി, അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെയാണ് സത്യം. ഫവല്ലാഹി ലദ്ദുനിയ അഹ്വനു അലല്ലാഹി മിൻ ഹാദാ അലൈക്കും, നിങ്ങൾക്ക് ഈ നിസ്സാരമായി ഇത് ഒന്നിനും കൊള്ളൂല, വെറുതെ തന്നാൽ പോലും നിങ്ങൾ സ്വീകരിക്കൂലല്ലോ. 5 പൈസക്ക് വിലയില്ലല്ലോ. ഇല്ല റസൂലെ, ഞങ്ങൾക്ക് ഇത് ഒന്നിനും, 5 പൈസക്ക് ഒന്നിനും പറ്റാത്ത സാധനമാണ്, വെറുതെ എന്തിനാണത്? അത്രക്ക് നിസ്സാരം. നിങ്ങൾക്കിത് നിസ്സാരമല്ലേ? നിസ്സാരമാണ്. എന്നാൽ ഈ ദുനിയാവ്, ഈ ദുനിയാവിന്റെ സർവ്വവിഭവങ്ങളും, ഈ ദുനിയാവ് മുഴുവൻ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് നിങ്ങളുടെ കണ്ണിൽ ഈ ആട്ടിൻകുട്ടി എത്ര നിസ്സാരമാണോ അതിനേക്കാൾ നിസ്സാരമാണെന്ന് മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. ഈ ദുനിയാവിന്റെ പിന്നാലെ പോവുകയാണ്, ഇതിന്റെ രസത്തിന്റെ പിന്നാലെ പോയി ശാശ്വതമായ ജീവിതം കളയാണ് മനുഷ്യന്മാര്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രവിശാലമായ കടലിൽ വിരല് മുക്കിയിട്ട് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പുറത്തെടുത്തിട്ട് ചോദിച്ചു. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുക്കാണ്, വെള്ളത്തിൽ കടലിൽ വിരല് മുക്കിയിട്ട് ആ വിരലിൽ എത്രയാണ് വെള്ളമുള്ളത്? ഇതിലും വലിയ ഉദാഹരണം ഇനി എങ്ങനെ പറഞ്ഞുതരാം സഹോദരന്മാരെ? ആ വിരലിലുള്ള വെള്ളമാണ് ദുനിയാവ്. പരാവാരം പോലെ കിടക്കുന്ന കടൽ, പ്രവിശാലമായ കടൽ, അതാണ് പരലോകത്തിന്റെ, യഥാർത്ഥ ലോകത്തിന്റെ ദൈർഘ്യമെന്ന് മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയാണ്. എത്ര ഉദാഹരണങ്ങളാണ് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്. ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഒരു കവിതയുണ്ട്. അദ്ദേഹം പറയുന്നുണ്ട്, ഇന്നലില്ലാഹി ഇബാദൻ ഫൂതന, അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ബുദ്ധിമാന്മാരായ ചില അടിമകളുണ്ട്. ത്വല്ലഖുദ് ദുനിയ വഖാഫുൽ ഫിതന, അള്ളാഹുവിന് ബുദ്ധിമാന്മാരായ അടിമകളുണ്ട്. അവർ ദുനിയാവും ആഖിറവും തിരിച്ചറിഞ്ഞോല, ദുനിയാവിന്റെ വിലയും ആഖിറത്തിന്റെ വിലയും തിരിച്ചറിഞ്ഞ ആൾക്കാരാണ്. അവര് ത്വല്ലഖുദ് ദുനിയ, ദുനിയാവിനെ അവർ ത്വലാക്കല്ലി, ദുനിയാവിനെ അവർ ത്വലാക്ക് ചൊല്ലി. വഖാഫുൽ ഫിതന, അത് ഫിത്തനയാണ്, തന്റെ പരലോകം തകർക്കും എന്നവർ മനസ്സിലാക്കി. ത്വല്ലഖുദ് ദുനിയ, അവർ ദുനിയാവിനെ ത്വലാക്ക് ചൊല്ലി. നളറൂ ഫീഹാ ഫലമ്മ അലിമു, അവർ ദുനിയാവിനെ ഇങ്ങനെ നോക്കി, അവർ ദുനിയാവിനെ നോക്കി അവർ പരലോകം അറിയുന്ന ആൾക്കാരാണ്. അപ്പൊ അവർക്ക് മനസ്സിലായി, അന്നഹാ ലൈസത്തിൽ ഹയ്യിൻ വതന, ഇത് കാലാകാലം ജീവിക്കാനുള്ള സ്ഥലമല്ല, ഇത് കേവലം ചെറിയൊരു സ്ഥലമാണ്, ഒരു ഷെൽട്ടറാണ്, ഏത് സമയത്ത് ഇവിടുന്ന് പോകേണ്ടി വരും.
ഏത് സമയത്തും പോകേണ്ടി വരും. എന്നിട്ട് ഈ ദുനിയാവിന്റെ രസങ്ങളും ഹരങ്ങളും എല്ലാം ഹറാമും ഹലാലും നോക്കാതെ ആസ്വദിച്ചു. അത് ലഹരിയാണോ കുഴപ്പമില്ല, പ്രേമമാണോ കുഴപ്പമില്ല, ഭർത്താവിനെ വഞ്ചിക്കലാണെങ്കിൽ കുഴപ്പമില്ല, ഭാര്യനെ വഞ്ചിക്കലാണോ. ജീവിതം ഒന്നല്ലേ ഉള്ളൂ, ജീവിതം ഒന്നല്ലേ ഉള്ളൂ. മാക്സിമം അടിച്ചു പൊളിക്കുക. അത് ആരുടെ കൂടിയും പോവുക, ആരുടെ കൂടിയും. ഇന്ന് സ്ട്രേഞ്ചേഴ്സിന്റെ കൂടെ ടൂർ പോകലാണ് പെൺകുട്ടികൾക്കും ആണുങ്ങൾക്കും. അതിന് കുറെ ആപ്പുകളും കുറെ സംവിധാനങ്ങളും. എന്താണ്? പുതിയ ആളുകളെ പരിചയപ്പെടുക. എന്നിട്ട് 1-2 ദിവസത്തെ ടൂർ പോകുകയാണ്. നമ്മളെ മുസ്ലിം പെൺകുട്ടി 20 വയസ്സും 22 വയസ്സുള്ള പെൺകുട്ടി ടൂർ പോയിട്ട് അവൾ ആ ടൂറിസ്റ്റ് പ്ലേസിൽ നിന്ന് അവരവരുടെ വീഡിയോ അവിടെ ചാനലിൽ പോസ്റ്റ് ചെയ്യാണ്. ഞാൻ എന്താ ഇന്ന സ്ഥലത്തേക്കാ ടൂർ വന്നിട്ടുള്ളത്, എന്റെ കൂടെ ഇന്ന കുറെ ആൾക്കാരുണ്ട്, ഇന്ന ആൾ ഇന്ന സ്ഥലത്തു നിന്നാണ്, ഇന്ന സ്ഥലത്തു നിന്നാണ്. അപ്പൊ സ്ട്രേഞ്ചേഴ്സിന്റെ കൂടെ ടൂർ പോകാനുള്ള പാക്കേജ്. എന്നിട്ട് നമ്മളെ കുട്ടികൾ പോവുകയാണ്, മാതാപിതാക്കളെ അനുസരിക്കുന്നില്ല, ഓൽക്ക് തോന്നിയ ഓൽക്ക് പോവുകയാണ്, പാറി നടക്കുകയാണ്. കാരണം ഒരു ഭർത്താവിന്റെ കീഴിലാകുമ്പോൾ അയാൾ അനുസരിച്ച്, അല്ലെങ്കിൽ അയാളും അവളെയും അങ്ങോട്ടും ഇങ്ങോട്ടും അനുസരിച്ച് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പൊരുത്തപ്പെട്ട് ജീവിക്കണം. ഇത് അങ്ങനെയല്ല. ഇത് കുറെ ഭർത്താക്കന്മാർ ആരെ കൂടെയും പോകാം, ആരെ കൂടെയും സംസാരിക്കാം, ആരെ കൂടെയും സിനിമക്ക് പോകാം, എല്ലാം ആസ്വദിക്കാം. മറ്റേത് അങ്ങനല്ല. മറ്റേത് പറഞ്ഞ വിധികളും വിലക്കുകളൊക്കെ ഉണ്ട്, വലിയ പ്രയാസ. അതുകൊണ്ട് കല്യാണം വലിയ ബുദ്ധിമുട്ടാണ്. ഇങ്ങനെ എന്തെല്ലാം രസങ്ങളും ഹരങ്ങളും ഉണ്ടോ അതെല്ലാം ചെയ്യുന്ന ഒരവസ്ഥാവിശേഷം. ഇതാര്? നമ്മുടെ മുസ്ലിം സമുദായത്തിൽ ആണുങ്ങളുടെയും പെണ്ണുങ്ങളെയും കാര്യം പറയണത്. ഈ ഒരവസ്ഥയിലേക്ക് മാറ്റിക്കഴിഞ്ഞു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആണിന്റെയും പെണ്ണിന്റെയും വസ്ത്രധാരണം പഠിപ്പിച്ചു. ഇന്ന് അങ്ങാടിയിലേക്ക്, എൻ്റെ പ്രിയമുള്ള സഹോദരന്മാരെ, രക്ഷിതാക്കളെ, നമ്മുടെയൊക്കെ പെൺകുട്ടികൾ സ്കൂളിലേക്കും അതേപോലെ തന്നെ കോളേജിലേക്കും അങ്ങാടിയിലേക്കും അല്ലെങ്കിൽ കല്യാണത്തിനും ഒക്കെ പോകുന്ന സമയത്ത് നമ്മുടെ കുട്ടികൾ ഏത് ഡ്രസ്സാണ് ഇടുന്നത്? ഒരു ചുരിദാറും അതേപോലെ തന്നെ ചുരിദാറും കമ്മീസൊക്കെ ഇട്ടൊരു പെണ്ണിനെ കാണാൻ ആഗ്രഹമായി പോയി. 99.4% പെണ്ണുങ്ങളും പാൻറ്റും കുപ്പായവുമാണ്. പാൻറ്റും കുപ്പായവും, ജീൻസ് പാൻറ്റും ടീഷർട്ടും മറിഞ്ഞിട്ടില്ല. അവരുടെ ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളും മുഴച്ചു കാണേണ്ടതും അതേപോലെ തന്നെ മറ്റുള്ളവരെ ആകർഷിക്കുന്ന രീതിയിൽ ആണുങ്ങളെപ്പോലെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞല്ലോ, റസൂലുള്ളാന്റെ ശാപുണ്ട്. റസൂലുള്ളാന്റെ ശാപുണ്ട് എന്ന് പറഞ്ഞാൽ അള്ളാന്റെ ശാപാണ്. ആർക്ക്? നമ്മളെ കുട്ടികൾക്ക്. ചില ആൾക്കാർ പറയും, മൗലവി അത് യൂണിഫോം അങ്ങനെയാണ്, ആ സ്ഥാപനത്തിൽ എൻ്റെ കുട്ടി പഠിക്കണ സ്ഥാപനത്തിൽ യൂണിഫോം അങ്ങനെയാണ് അല്ലേ? എന്താണ് അവസ്ഥ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. എൻ്റെ കുട്ടി പഠിക്കുന്ന സ്ഥാപനത്തിലെ യൂണിഫോം പാൻറ്റും കുപ്പായാണ്, പിന്നെ ഞാൻ എന്താ ചെയ്യാ? എന്തിനാണ് സഹോദരൻ അവിടെ വിടണത്? നമുക്ക് ജീവിക്കാനുള്ളത് ഈ ലോകത്താണോ? അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ശാപം, റസൂലുള്ളാന്റെ ശാപം പേറി നമ്മുടെ മോള് ജീവിക്കാണ്. എന്ത് ബറക്കത്താണ് ഓളെ ജീവിതത്തിൽ ഉണ്ടാകുക? എന്ത് ബറക്കത്താണ് ആ കുട്ടിന്റെ ജീവിതത്തിൽ ഉണ്ടാകുക? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ശപിച്ചിരിക്കുന്നു ആണിന്റെ വസ്ത്രമിടുന്ന പെണ്ണിനെ, പെണ്ണിന്റെ വസ്ത്രമിടുന്ന ആണിനെ. ആണാ പെണ്ണെന്ന് തിരിച്ചറിയണില്ല. ഒരു പെൺകുട്ടി ബൈക്കിലോ അല്ലെങ്കിൽ സ്കൂട്ടറിൽ പോകുന്ന സമയത്ത് ഹെൽമെറ്റ് കൂടി വെച്ച ഓളെ മുടിയും കൂടി കാണില്ല. ആണാ പെണ്ണെന്ന് നമുക്ക് തിരിച്ചറിയണില്ല. കാരണം എല്ലാവരും പാൻറ്റും ടീഷർട്ടും ജീൻസും ഒക്കെയാണ്. ഒരിക്കലും തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയിൽ ആയി കഴിഞ്ഞു. ഇത് ഹറാമാണ്, ഇത് അള്ളാഹുവിന്റെ ശാപം കിട്ടണ ഏർപ്പാടാന്ന് നമുക്കറിയാം, നമ്മുടെ പെൺകുട്ടികൾക്കറിയാം. 99.4% ഈ ഹറാമിന്റെ ശാപം കിട്ടുന്ന വസ്ത്രവും പേറിക്കൊണ്ട് കോളേജുകളിലേക്കും അങ്ങാടികളിലേക്കും പിന്നെ കല്യാണത്തിനും സൽക്കാരങ്ങളിലും പോകുന്ന ഈ ഒരു അവസ്ഥാവിശേഷം ആയിക്കഴിഞ്ഞു. എവിടേക്കാണ് നമുക്ക് പോകാനുള്ളത്? എന്തിന്റെ കുറവാണ്? എന്താണ് പ്രശ്നം? എന്താണ് സംഭവിച്ചിട്ടുള്ളത്? നമ്മൾ പേടിക്കണം പ്രിയമുള്ളവരെ, നമ്മൾ പേടിക്കണം. ഇസ്ലാമിൻ്റെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുള്ള ദീനിന്റെ നിർദ്ദേശങ്ങളും നിയമങ്ങളും എവിടെയാണ് നമ്മൾ ആലോചിക്കണം. അതുകൊണ്ട് മക്കൾക്ക് ദീന് പഠിപ്പിച്ചു കൊടുക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യമാവണം. നമുക്ക് എന്താണെന്നറിയോ? നമുക്ക് ഇവിടെ അടിച്ചു പൊളിക്കണം, ഇവിടെ എല്ലാ സുഖങ്ങളും. നമ്മുടെ ലക്ഷ്യങ്ങളിൽപ്പെട്ട ഒരു ലക്ഷ്യമാണ് സ്വർഗം എന്നുള്ളത്. ഒക്കെ നമ്മളൊക്കെ ഒരു പ്രശ്നം അതാണ്. നമുക്ക് സ്വർഗവും ലക്ഷ്യമാണ്. പക്ഷേ മുൻഗാമികളായ സഹാബത്ത് അവരും നമ്മളെപ്പോലെ തന്നെ കുടുംബമുള്ള, നമ്മളെപ്പോലെ തന്നെ മറ്റു ഉത്തരവാദിത്തങ്ങളുള്ള
ഭാര്യമാരും ഭർത്താക്കന്മാരും സഹാബ വനിതകളും സഹാബികളും അവരുടെ ലക്ഷ്യം സ്വർഗം മാത്രമായിരുന്നു. ലക്ഷ്യം സ്വർഗം മാത്രമാണ്. റസൂലേ, ഞാൻ ഈ യുദ്ധത്തിൽ പങ്കെടുത്താൽ എനിക്ക് എന്ത് കിട്ടും? സ്വർഗം കിട്ടും. താൻ ചവച്ചുകൊണ്ടിരിക്കുന്ന ഈത്തപ്പഴം തുപ്പിക്കളഞ്ഞു. ഒരു ഈത്തപ്പഴം തിന്ന 2 മണിക്കൂറൊന്നും ആവശ്യമില്ല. പക്ഷെ സ്വർഗം കിട്ടുന്ന മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വഹീന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞപ്പോ വായിലുള്ള ഈത്തപ്പഴം അത് തുപ്പിക്കളഞ്ഞ് യുദ്ധക്കളത്തിലേക്ക് ഇറങ്ങി. കാരണം ഓലെ ലക്ഷ്യം സ്വർഗം മാത്രമാണ്. അതാണ് നമുക്ക് സ്വർഗവും ലക്ഷ്യമാണ്. അതാണ് വ്യത്യാസം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്ത് അങ്ങനെയായിരുന്നു. എവിടെയാണ് ലക്ഷ്യം? അതാണ് ഞാൻ പറഞ്ഞില്ല. നമ്മുടെ ലക്ഷ്യം എവിടെയാണ്? എന്താണ് നമ്മുടെ ലക്ഷ്യം? നമ്മുടെ മക്കൾക്കും നമ്മുടെ ഇണതുണകൾക്കും നമ്മുടെ ഈ മരണത്തെക്കുറിച്ച് നമ്മുടെ ലക്ഷ്യം എന്താണ്? നമുക്ക് പരലോകമാണ് ലക്ഷ്യമുള്ളത്, സ്വർഗം നേടണം. അബൂദഹ്ദാ റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രമുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കിലേക്ക് ഒരു സഹാബി, ഒരു മനുഷ്യൻ വന്നുകൊണ്ട് പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂൽ പാവപ്പെട്ട മിസ്കീനായ മനുഷ്യനാണ്. അദ്ദേഹം പറഞ്ഞു, അള്ളാഹുവിന്റെ പ്രവാചകരെ, ഞാൻ എൻ്റെ വീടിന്റെ ചുറ്റും ഒരു മതില് വെക്കാണ്. ഒരു സാധുവായ മനുഷ്യൻ. പക്ഷെ എൻ്റെ ഒരു അയൽവാസിയുടെ ഒരു ഈത്തപ്പന മരം എൻ്റെ മതിലിലേക്ക് അത് വെക്കാൻ തടസ്സമായിട്ട്, അഥവാ ബൗണ്ടറിയിൽ ഒരു ഈത്തപ്പന മരം ഉണ്ട്. ഞാൻ അദ്ദേഹത്തിനോട് അതെനിക്ക് തന്നോളൂ, ഞാനത് മതിലൊന്ന് കെട്ടട്ടെ, ഒന്ന് കൊത്തി മാറ്റട്ടെ, അല്ലെങ്കിൽ അതെനിക്ക് വിറ്റോളൂ, ഞാനത് നിങ്ങൾക്ക് കാശ് തരാം എന്ന് ഞാൻ അയാളോട് പറഞ്ഞോളൂ. അയാൾ സമ്മതിക്കണില്ല പ്രവാചകരെ എന്ന് പറഞ്ഞ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് ഒന്ന് പരാതി പറയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ വിളിപ്പിച്ചു. എന്നിട്ട് പറഞ്ഞു, ആ ഈത്തപ്പന മരം ഇദ്ദേഹത്തിന് കൊടുത്തൂടെ? താങ്കൾക്ക് സ്വർഗത്തിൽ ഒരു ഈത്തപ്പന മരം കിട്ടും. അദ്ദേഹം അതിന് തയ്യാറായില്ല. മനുഷ്യൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വന്ന് പരാതി പറഞ്ഞതും അതേപോലെ തന്നെ അവിടെ ഒരു സീൻ ഉണ്ടായതൊന്നും അയാൾക്ക് ഇഷ്ടപ്പെട്ടില്ല. ഈ സമയത്ത് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സദസ്സിൽ അബൂദഹ്ദാ റളിയല്ലാഹു അൻഹു ഉണ്ട്. അബൂദഹ്ദാ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുകയുണ്ടായി, അള്ളാന്റെ പ്രവാചകരെ, ആ ഈത്തപ്പന മരം ഞാൻ വാങ്ങിയിട്ട് ഇദ്ദേഹത്തിന് കൊടുത്താൽ, ഈ സാധുവിന് കൊടുത്താൽ, അബൂദഹ്ദാന് സ്വർഗത്തിൽ ഒരു ഈത്തപ്പന മരം കിട്ടുമോ? കിട്ടും അബൂദഹ്ദാ. ഈ സമയത്ത് ഈ മനുഷ്യനോട് അബൂദഹ്ദാ റളിയല്ലാഹു അൻഹു പറയാണ്, മദീനയിലെ എൻ്റെ തോട്ടം നിങ്ങൾക്ക് അറിയോ? നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടോ, കണ്ടിട്ടുണ്ടോ? അപ്പൊ അദ്ദേഹം പറഞ്ഞു, അബൂദഹ്ദാ, താങ്കളുടെ മദീനയിലെ തോട്ടം അറിയാത്തവരാരാ ഉള്ളത്? ഏറ്റവും മുന്തിയ ഇനം 60 ഈത്തപ്പന മരങ്ങളുള്ള വിശാലമായ തോട്ടം, മറ്റു ഫലവർഗങ്ങളുള്ള മറ്റു വിഭവങ്ങളുള്ള ഏതൊരു മനുഷ്യനും ആഗ്രഹിക്കുന്ന തോട്ടമാണ് അബൂദഹ്ദാ റളിയല്ലാഹു അൻഹുവിന്റെ തോട്ടം. ഞാൻ എൻ്റെ തോട്ടം നിങ്ങൾക്ക് തന്നാൽ ആ ഈത്തപ്പന മരം എനിക്ക് തരുമോന്ന് ചോദിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുന്നുണ്ട്, അള്ളാഹുവിന്റെ പ്രവാചകരെ, ഞാനത് വാങ്ങിയിട്ടുണ്ടെങ്കിൽ എനിക്ക് അങ്ങനെ കിട്ടുമോ? കിട്ടും എന്ന് പറഞ്ഞപ്പോൾ അബൂദഹ്ദാ റളിയല്ലാഹു അൻഹു ഈ മനുഷ്യനോട് പറയാം, അയാളത് വിൽപ്പനയ്ക്ക് തയ്യാറായി. വിൽപ്പനയ്ക്ക് ഉറപ്പിച്ചു. കച്ചവടം നടന്നു. അബൂദഹ്ദാ റളിയല്ലാഹു അൻഹു തൻ്റെ തോട്ടത്തിലേക്ക് പോവുകയാണ്. അവിടെ ആരുണ്ട്? അദ്ദേഹത്തിന്റെ ഭാര്യയുണ്ട്, ഉമ്മുദ്ദഹ്ദാ റളിയല്ലാഹു അൻഹയുണ്ട്. ഈ സമയത്ത് അബൂദഹ്ദാ റളിയല്ലാഹു അൻഹു പറഞ്ഞു, പെണ്ണെ, അവിടുന്ന് ഇറങ്ങിക്കോളി, ഞാനിത് വിറ്റിട്ടുണ്ട്. ഇങ്ങോട്ട് ഇറങ്ങിക്കോളി, ഞാൻ വിറ്റിട്ടുണ്ട് എന്ന് ഭാര്യയോട് പറയാണ്. ഈ സമയത്ത് ഉമ്മുദ്ദഹ്ദാ റളിയല്ലാഹു അൻഹു ചോദിക്കാണ്, എത്രക്കാണ് നിങ്ങൾ വിറ്റിട്ടുള്ളത്? പ്രിയപ്പെട്ട ഭർത്താവിനോട് ചോദിക്കാണ്, നിങ്ങൾ എത്രക്കാണ് ഇത് വിറ്റിട്ടുള്ളത്? മദീനയിലെ ആരും ആഗ്രഹിക്കുന്ന പ്രവിശാലമായ ഈ തോട്ടം എത്ര രൂപക്കാണ് അബൂദഹ്ദാ താങ്കൾ വിറ്റിട്ടുള്ളത്? ചില്ലറക്ക് ഏതായാലും ഇത് വിൽക്കൂല, അത്രക്ക് വലിയ മുതലാണ്. ഈ സമയത്ത് അബൂദഹ്ദാ റളിയല്ലാഹു അൻഹു പറഞ്ഞു, എന്താ പറഞ്ഞത്? ബിഅ്തുഹു, ഞാൻ അതിനെ വിറ്റു, ബിനഖ്ലത്തിൻ ഫിൽ ജന്ന, സ്വർഗത്തിലുള്ള ഒരു ഈത്തപ്പന മരത്തിന് പകരമായിട്ടാണ് പ്രിയമുള്ള എൻ്റെ പ്രിയപ്പെട്ടവളെ ഞാനിത് വിറ്റത്. ഈ സമയത്ത് തൻ്റെ ഭാര്യ പറയാണ്, അദ്ദേഹത്തിന്റെ ഭാര്യ പറയാണ്, റബിഹൽ ബൈഉ, എത്ര നല്ല കച്ചവടമാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം, എത്ര നല്ല കച്ചവടമാണ് തൻ്റെ പ്രിയപ്പെട്ട ഭർത്താവ് നടത്തിയത് എന്ന്. ആ സഹാബ വനിതയുടെ പ്രതികരണം അതാണ്. നമ്മളൊക്കെ ആണെങ്കിൽ എന്താ ചെയ്യുക? നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അദ്ദേഹം ചോദിക്കുന്നുണ്ട്, അള്ളാന്റെ പ്രവാചകരെ, എനിക്കത് ലഭിച്ചോ? താങ്കൾക്ക് അത് ലഭിച്ചു. കം മിൻ ഇദ്ഖിൻ, എത്ര ഈത്തപ്പന മരങ്ങളാണ്, അഥവാ കൊലച്ചു നിൽക്കുന്ന കൂടുതൽ ഫലം തരുന്ന ഈത്തപ്പനകളാണ്
അബൂദർദാഹിനുള്ളത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആവർത്തിച്ചുകൊണ്ടേ പറയാണ്. അൽബാനി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ ഹദീസ് ഗ്രന്ഥത്തിൽ സ്വഹീഹായി രേഖപ്പെടുത്തിയ ഹദീസാണ് ഇപ്പൊ ഞാൻ ഇവിടെ വായിച്ചത്. ഒരവസരം കിട്ടിയപ്പോൾ എല്ലാം കൊടുക്കാൻ തയ്യാറായി. ഇതായിരുന്നു സഹാബത്ത്. കാരണം ഓല ലക്ഷ്യം എന്താ? ഓല ലക്ഷ്യം സ്വർഗം മാത്രമാണ്. ആ സഹാബ വനിതന്റെ മനസ്സൊന്ന് ആലോചിച്ച് നോക്കി. നമ്മളെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഷോപ്പിംഗ് കോംപ്ലക്സോ അല്ലെങ്കിൽ ഒരു വസ്തുവോ വിറ്റിട്ട് നിസ്സാരമായി, ദുനിയാവിന് വേണ്ടിയിട്ടല്ല ആഖിറത്തിനും വേണ്ടി, അല്ലെങ്കിൽ നിസ്സാര വിലക്ക് വിറ്റു എന്നൊക്കെ പറഞ്ഞിട്ട് ഭാര്യയോടൊന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ? വൽക്കെടുത്തടിച്ചു. ഭാര്യയിൽ കുടുംബത്തിൽ അത് മതിയാവും പ്രശ്നം. നമ്മളെ സമ്പത്താണെങ്കിൽ പോലും ഭാര്യക്ക് അതിലൊരു അവകാശമില്ല. ഈ മനുഷ്യൻ എന്ത് മൂച്ചിപ്പിരാന്ത് കാട്ടിയിട്ടായി വന്നിട്ടുണ്ടെന്ന് ചോദിക്കും. അതായിരുന്നു ആ സഹാബികളും സഹാബ വനിതകളും. അവസരം കിട്ടിയപ്പോൾ മുതലാക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരു പെണ്ണൊന്ന് പറയണ്ടല്ലോ, അള്ളാഹിന്റെ പ്രവാചകരെ എനിക്ക് അപസ്മാരമാണ്, ഈ അപസ്മാരം മാറാൻ വേണ്ടിയിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കണം. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഞാൻ പ്രാർത്ഥിച്ചോളാം, അപസ്മാരം മാറും, പക്ഷെ നിനക്ക് ക്ഷമിക്കലാണ് ഉത്തമം, സ്വർഗമുണ്ട്. എന്തു പറഞ്ഞു പ്രിയമുള്ളവരെ? റസൂൽ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണ്ട, എനിക്ക് സ്വർഗം വേണം. ആ സഹാബ വനിതയുടെ പ്രതികരണമാണ്, അള്ളാഹിന്റെ പ്രവാചകരെ പ്രാർത്ഥിക്കണ്ട. എന്നിട്ട് ആ സഹോദരി പറയണം, അള്ളാഹിന്റെ പ്രവാചകരെ ഞാൻ ഈ അപസ്മാരം ബാധിച്ച് ഫിക്സ് വന്ന് വീണ് ഞാൻ ഇങ്ങനെ പിടക്കുന്ന സമയത്ത് എൻ്റെ ഔറത്ത് മറ്റുള്ളവർ കാണുന്നുണ്ട് പ്രവാചകരെ, അത് കാണാതിരിക്കാൻ നിങ്ങൾ അള്ളാഹിനോട് പ്രാർത്ഥിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അതിനുവേണ്ടി പ്രാർത്ഥിച്ചു എന്ന് ചരിത്രത്തിൽ കാണാൻ സാധിക്കും. ഇതായിരുന്നു സഹാബത്ത്. ലക്ഷ്യം മറന്നിട്ടില്ല. അവർക്കറിയാം കുറച്ച് സമയം മാത്രമാണ് ഇവിടെ ജീവിക്കാനുള്ളത്. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈത്തപ്പന ഓലയിൽ കിടന്ന് ശരീരത്തിൽ പാട് കണ്ട് കരഞ്ഞുകൊണ്ട് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ചോദിക്കുന്നു, അല്ലാഹുവിന്റെ പ്രവാചകരെ ഞങ്ങൾ നല്ലൊരു ബെഡ് നിങ്ങൾക്ക് ഉണ്ടാക്കി തരട്ടെ. ഉമറെ, ഞാനും ഈ ദുനിയാവും എന്ത് ബന്ധാണല്ലോ. പ്രിയമുള്ളവരെ, ഇതൊന്നൊരു ബാലരമക്കഥ അല്ലല്ലോ. ഇതൊക്കെ ഒരു മനുഷ്യന്മാര് ജീവിച്ച് നമ്മളെപ്പോലെ ചോരയും നീരുമുള്ള മനുഷ്യന്മാര്, ഒരു ജനപദത്തിന്റെ കഥയാണ് ഈ പറയുന്നത്. ഇത് പറയാനും കേൾക്കാനും എന്ത് അവകാശമാണ് നമുക്കുള്ളത്? ആ നിലക്കും നമുക്കൊന്ന് ചിന്തിക്കാലോ. വല്ലാത്തൊരവസ്ഥയിലാണ്. ഇത് കൃത്യമായി പരലോകത്തെ അറിഞ്ഞ ആൾക്കാരാണ് പ്രിയമുള്ളവരെ. സ്വർഗം എന്ന അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സന്തോഷത്തിന്റെ കേദാരം അത് കരസ്ഥമാക്കണം, അതിനുവേണ്ടി പണിയെടുക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കാലിൽ നീര് കെട്ടുമാറി നിസ്കരിക്കുകയാണ് നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. നരകത്തെ ഭയപ്പെടുകയാണ്. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ഇന്ന അദാബ റബ്ബിക ലവാഖിഅ, രാത്രി ഇങ്ങനെ നടക്കുന്ന സമയത്ത് ഒരു മനുഷ്യൻ രാത്രി നിസ്കാരത്തിൽ ഓതുകയാണ്, ഇന്ന അദാബ റബ്ബിക ലവാഖിഅ മാ ലഹു മിൻ ദാഫിഅ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ശിക്ഷ അതികഠിനമാണ്, അതിനെ തടുക്കാൻ ഒരാൾക്കും സാധ്യമല്ല എന്ന് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു കേൾക്കുകയാണ്. ഇത് കേട്ടിട്ട് അദ്ദേഹത്തിന് പനി പിടിച്ചു. 1 മാസം പനിച്ചു കിടന്നു. ആര്? ഉമറും ഫിൽ ജന്ന എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സന്തോഷ വാർത്ത അറിയിച്ച സഹാബി. പ്രിയമുള്ളവരെ, നമ്മൾ പറഞ്ഞു വന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല കൃത്യമായ ഒരു ലക്ഷ്യം ഉത്തരവാദിത്വം ഏൽപ്പിച്ചുകൊണ്ട് ഒരു ലക്ഷ്യം നേടാൻ വേണ്ടിയാണ് അള്ളാഹു നമ്മെ അയച്ചത്. അത് തിരിച്ചറിഞ്ഞ മുൻഗാമികൾ സഹാബത്ത്, അവർക്ക് ഫസ്റ്റ് പ്രിഫറൻസ് അതെന്തായിരുന്നു? സ്വർഗമായിരുന്നു. അത് കിട്ടുന്ന അവസരമെല്ലാം അവരത് ഉപയോഗപ്പെടുത്തി. അവരുടെ ഇബാദത്തുകൾ അങ്ങനെയായിരുന്നു. അവർ നരകത്തെ പേടിച്ച് സ്വർഗത്തിന് വേണ്ടി ആഗ്രഹിച്ച് അവർ പണിയെടുത്തു. ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം, ഉസ്മാൻ ബിൻ അഫ്ഫാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വർഗത്തിലാണ് എന്ന് സന്തോഷ വാർത്ത അറിയിച്ച ഷഹീദായ സഹാബിയാണ് ഉസ്മാൻ റളിയല്ലാഹു അൻഹു. ഖബർ കാണുമ്പോൾ കരയും. അതിനുവേണ്ടി പണിയെടുത്ത ആൾക്കാരാണോ അല്ലേ? ഖബർ കാണുമ്പോൾ കരയുന്നു. എന്തേ കരയാനുള്ള കാരണം? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. റസൂലുള്ളാഹിന്റെ മരുമകനാണ്, 2 പെൺകുട്ടികളെ കല്യാണം കഴിച്ച ആളാ റസൂലുള്ളാഹിന്റെ. ദുന്നൂറൈൻ, 2 പ്രകാശത്തിന് ഉടമ എന്ന് ചരിത്രത്തിൽ പേരുള്ള ആളാണ് ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. ഖബർ കാണുമ്പോൾ പൊട്ടി പൊട്ടി കരയാണ്. താടി രോമങ്ങളോടെ കണ്ണിനീര് ഒലിച്ചിറങ്ങുന്നു, ഭൂമിയിലേക്ക് ഇറ്റിട്ട് വീഴുന്നു. എന്താ ഉസ്മാൻ ഇങ്ങനെ കരയാനുള്ള കാരണം? ഖബറിനേക്കാൾ ഭീകരമായ ഒരവസ്ഥ, ഒരു രംഗം, ഒരു സങ്കേതം ഞാൻ കണ്ടിട്ടില്ല എന്ന് മുത്തു മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്,
നമുക്ക് പറഞ്ഞു തരാണ്, സഹാബത്തിന് പറഞ്ഞു കൊടുക്കുകയാണ്. ഖബർ കാണുമ്പോൾ ഒരു മയ്യത്ത് കുടുംബക്കാരനോ കൂട്ടുകാരനോ സഹപാഠിയോ ഒക്കെ മരിക്കണ സമയത്ത് അപ്പൊരു ബേജാറുണ്ടാവും. ഒരു ഖബർ കാണേണ്ട സമയത്തും അല്ലെങ്കിൽ മരണവുമായി ബന്ധപ്പെട്ട് അങ്ങനെ എന്തെങ്കിലും ഒരു സമയത്ത് ഒരു ബേജാറുണ്ടാവും, നമുക്കൊക്കെ ഉണ്ടാവാറുണ്ട്. പക്ഷെ അതവിടെ തീരെയാണ്. ആ പ്രിയപ്പെട്ട സഹാബികൾക്ക് അത് തീർന്നിട്ടില്ല. ആ ഖബറിലേക്ക് വേണ്ടി അവർ പണിയെടുത്തു. ഖബർ കാണുമ്പോൾ കരയെ മാത്രമല്ല, അതിനുവേണ്ടി പണിയെടുത്തു. അതിനുവേണ്ടി കോടികൾ ചെലവഴിക്കാൻ അവർ തയ്യാറായി. മദീനത്ത് ചെന്നു. മുഅ്മിനീങ്ങൾക്ക് വെള്ളമില്ല. ബിഇർ റൂമ ആരാണ് അത് വാങ്ങിയിട്ട് ദാനം ചെയ്യുക? ജൂതൻ മുഅ്മിനീങ്ങൾക്ക് പൈസക്ക് വെള്ളം കൊടുക്കുകയാണ്, വെള്ളമില്ലാത്ത കാലഘട്ടത്തിൽ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്ക് കേട്ട് കണക്കില്ലാത്ത സമ്പത്ത് ജൂതന് കൊടുത്ത് ആ കിണർ വാങ്ങി പൊതുകിണറായി പ്രഖ്യാപിക്കുകയാണ്. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മദീനത്തെ പള്ളി വികസിപ്പിക്കണം. പള്ളിയിൽ ആളുകൂടി. പള്ളി വികസിപ്പിക്കാൻ പള്ളിൻ്റെ അടുത്ത് താമസിക്കരുതെന്ന് വാങ്ങണം. ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു കണക്കില്ലാത്ത കാശ് കൊടുത്തുകൊണ്ട് പള്ളിക്ക് സ്ഥലം വാങ്ങി വഖഫ് ചെയ്യാണ്. നമ്മളൊക്കെ ഇന്ന് അവിടെ പോയി നിസ്കരിക്കുമ്പോൾ ഒരു ഓഹരി മഹാനായ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ ഖബറിലേക്കാണ്. അപ്പൊ ഖബർക്ക് വേണ്ടി ഉണ്ടാക്കിയ ആൾക്കാരാണ് അവർ. ഞാൻ നിങ്ങൾ ആലോചിച്ചൊക്കെ നമ്മളെന്താ ഉണ്ടാക്കിക്കണത്? വൽ തൻദുർ നഫ്സും മാ ഖദ്ദമത് ലിഗദിൻ, നാളത്തേക്ക് വേണ്ടി എന്താണ് ഓരോരുത്തരും കരുതി വെച്ചിട്ടുള്ളത് എന്ന് ഓരോരുത്തരും നോക്കട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനയാണ്. എന്താ ചെയ്തു വെച്ചിട്ടുള്ളത് നമ്മൾ ആലോചിച്ച് നോക്കുക. അള്ളാഹിനോട് എടുത്തു പറയാൻ പറ്റിയ മുന്തിയ ഒരു അമൽ എന്താണുള്ളത്? നമ്മൾ ചെയ്യുന്ന അമലിനെ നിസ്സാരമാക്കല്ല. നമ്മുടെ നമസ്കാരം ഏറ്റവും പ്രധാനപ്പെട്ട ഇബാദത്താണ് നിസ്കാരം. നമ്മുടെ നിസ്കാരത്തിന്റെ അവസ്ഥ എന്താണ്? കേവലം ഒരു അതര വ്യായാമമായി കാട്ടിക്കൂട്ടലായി മാറുന്നുണ്ടോ? അതല്ല, അറിഞ്ഞ് മനസ്സിലാക്കി അതിൻ്റെ റൂഹോടുകൂടി ഈ നമസ്കാരം കഴിയുന്നതോടുകൂടി എൻ്റെ പാപങ്ങളെല്ലാം പൊറുക്കപ്പെടുന്ന, നമസ്കാരത്തിൽ 10 കൂലി കിട്ടുന്ന ആളുകളുണ്ട്, 10 9 കിട്ടുന്ന ആളുകളുണ്ട്. ഇങ്ങനെ പറഞ്ഞ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു അല്ലേ, 10 1 കൂലി കിട്ടുന്ന ആളുണ്ട്, ഒന്നുമില്ലാത്ത ആൾക്കാരുണ്ട്. നമസ്കാരത്തിൽ ചൊല്ലിപ്പറയുന്ന ദിക്ർ ദുആകളുടെ അർത്ഥം അറിഞ്ഞ് അതിനുശേഷം ദിക്റുകളൊക്കെ ഒന്ന് ചൊല്ലി അതിനുശേഷം സുന്നത്ത് നമസ്കരിച്ച് നമസ്കാരത്തിന്റെ മുമ്പും ശേഷമുള്ള റവാത്തിബളി. എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, സഹോദരന്മാരെ, എൻ്റെ നമസ്കാരത്തിലെ പാകപ്പിഴവുകൾ അത് പരിഹരിക്കാനുള്ള സുന്നത്ത് നമസ്കാരങ്ങൾ നാളെ പിറ്റേന്ന് പരലോകത്ത് ഒന്നാമതായി വിചാരണക്കെടുക്കുന്ന കാഫറും മുസ്ലിമും തമ്മിലുള്ള വ്യത്യാസം നമസ്കാരമാണെന്ന് പഠിപ്പിച്ച, നമസ്കാരമുണ്ടെങ്കിൽ എല്ലാം ഉണ്ടായി എന്ന് പഠിപ്പിച്ച, ഹറാമുകൾ നമ്മുടെ മക്കൾ കാണാതിരിക്കാൻ, നമ്മൾ കാണാതിരിക്കാൻ, നമ്മൾ കേൾക്കാതിരിക്കാൻ, ഇന്ന സ്വലാത്ത തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ വലദിക്റുല്ലാഹി അക്ബർ വല്ലാഹു യഅലമു മാ തസ്നഊൻ എന്ന് പഠിപ്പിച്ച നമസ്കാരം. എല്ലാ ഹറാമുകളിൽ നിന്നും മനുഷ്യനെ തടഞ്ഞു നിർത്തുന്ന പരിചയാണെന്ന് പഠിപ്പിച്ച നമസ്കാരം. നിസ്കരിച്ചിട്ടും അതേപോലെ തന്നെ നമസ്കാരം എത്രയോ 5 വക്ത് നമസ്കരിച്ചിട്ടും ഹറാമുകളിൽ നിന്നും മാറി നിൽക്കാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കുന്നില്ലെങ്കിൽ എവിടെയോ പിഴവുണ്ട് എന്ന് തിരിച്ചറിയേണ്ട. ഞാൻ പറഞ്ഞു വരും, നമ്മുടെ ഇബാദത്തിന്റെ അവസ്ഥ എന്താണ് നമ്മൾ ആലോചിച്ച് നോക്കണം. അവര് പോയ പരലോകത്തേക്കാണ് നമുക്കും പോകാനുള്ളത്. അം ഹസിബത്തും അൻ തദ്ഖുലുൽ ജന്ന, വെറുതെ അങ്ങോട്ട് വെറുതെ ഫ്രീ ആയിട്ട് സ്വർഗത്തിൽ കിടക്കാൻ പറ്റുമെന്ന് വിചാരിക്കേണ്ട. ഓലൊക്കെ കഷ്ടപ്പെട്ട് നേടിയതാണ് സ്വർഗം. അള്ളാഹുവിന്റെ റസൂലിന്റെ സഹാബത്ത് കഷ്ടപ്പെട്ട് നേടിയിട്ടുണ്ടെങ്കിൽ ഇത് കഷ്ടപ്പെടാതെ കിട്ടൂല. ദുനിയാവിലും സുഖകരമായ ജീവിതം കാണുന്നതൊക്കെ ഒരു നിയന്ത്രണവും ഇല്ലാതെ എന്താണോ തനിക്ക് രസമുള്ളത് ഇഷ്ടമുള്ളതൊക്കെ ചെയ്തു കൂട്ടുക. അത് ഹറാമാണെങ്കിലും ഹലാലാണെങ്കിലും എന്താണെങ്കിലും എല്ലാ രസങ്ങളും ചെയ്തു കൂട്ടി ഒരു വിധികളും വിലക്കുകളും നോക്കാതെ എന്നിട്ട് പിന്നെ പരലോകം പ്രതീക്ഷിക്കാന്ന് പറഞ്ഞാൽ അത് ശരിയല്ല. ഹറാമുകളെ പേടിക്കണം നമ്മൾ. അതുകൊണ്ട് ഇബാദത്തിന്റെ അവസ്ഥ എന്താ നമ്മൾ ആലോചിച്ച് നോക്കുക. കാരണം എന്ത്? ഇതാ കൊണ്ടുപോകാനുള്ളത്, പരലോകത്തേക്ക് കൊണ്ടുപോകാനുള്ളത്. സന്തോഷത്തോടു കൂടി മരിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, യാ അയ്യതു അൻ-നഫ്സുൽ മുത്മഇന്ന. റൂഹിനെ പിടിക്കുന്ന സമയത്ത് സന്തോഷത്തിന്റെ വാക്കുകൾ പറഞ്ഞുകൊണ്ട് മലായിക്കത്തുകൾ ആനയിച്ചു കൊണ്ടുപോകുന്ന, ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹു സുമ്മ ഇസ്തഖാമൂ തതനസ്സലു അലൈഹിമുൽ മലായിക അല്ലാ തഖാഫൂ വലാ തഹ്സനൂ വഅബ്ശിറൂ ബിൽ ജന്നത്തില്ലതീ കുൻതും തുഅദൂൻ. ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ്, എൻ്റെ റബ്ബ് അല്ലാഹു സുബ്ഹാനഹു വ തആലയാണെന്ന് പറഞ്ഞ് പ്രഖ്യാപിച്ച ആളുകൾ, ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ് സുമ്മ ഇസ്തഖാമൂ, പിന്നെ ആ പ്രഖ്യാപനത്തിനനുസരിച്ച് ജീവിച്ച
മുഅ്മിനായിക്കൊണ്ട് മുസ്ലിമായിക്കൊണ്ട് പടച്ചിറപ്പിനെ ഭയപ്പെട്ടുകൊണ്ട് പടച്ചിറപ്പ് സുബ്ഹാനഹു വ തആലയുടെ ആ പരലോകത്തിന് വേണ്ടി പണിയെടുത്തുകൊണ്ട് ജീവിച്ച ഇസ്തിഖാമത്തോടുകൂടി ജീവിച്ച മനുഷ്യൻ തുമ്മസ്തഖാമു തതനസ്സലു അലൈഹിമുൽ മലായിക, അവർ മരിക്കുന്ന സമയത്ത്, വഫാത്തിന്റെ സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ റഹ്മത്തിന്റെ മലായികത്തുകൾ വന്നുകൊണ്ട് അവരോട് പറയുന്നു, മന്ത്രിക്കുന്നു, അല്ലാ തഖാഫൂ വലാ തഹ്സനൂ, നിങ്ങൾ ദുഃഖിക്കേണ്ടതില്ല, വ്യസനിക്കേണ്ടതില്ല. വഅബ്ശിറൂ ബിൽ ജന്നത്തില്ലത്തി കുൻതും തുഅദൂൻ, നിങ്ങളോട് വാഗ്ദാനം ചെയ്യപ്പെട്ട ആ സ്വർഗമുണ്ടല്ലോ അത് നിങ്ങൾക്ക് ഉള്ളതാണ്. അതിന്റെ സന്തോഷ വാർത്ത നിങ്ങൾ സന്തോഷിച്ചോളൂ. കാരണം ഇന്നാലിന്ന കോലത്തിൽ ജീവിച്ചാൽ ഉണ്ടെന്ന് പറഞ്ഞ സ്വർഗത്തിലേക്കാണ് പോകാനുള്ളത്. അവരാണ് ജീവിതത്തിൽ അവരെന്തായി വിജയിച്ചു. നല്ല നിലക്ക് പരീക്ഷ എഴുതി തുന്നിക്കെട്ടുന്ന സമയമാണ്. തുന്നിക്കെട്ടുന്ന സമയത്ത് ഇങ്ങനെ നോക്കി മരണത്തിന്റെ സമയത്തെല്ലാം ഇങ്ങനെ വരികയാണ്. ജീവിതത്തിൽ ചെയ്ത് സന്തോഷിക്കാൻ വകുപ്പുണ്ട്. മലായിക്കത്തുകളുടെ സന്തോഷ വാർത്ത അറിഞ്ഞുകൊണ്ടാണ് അദ്ദേഹം അയാളുടെ പേപ്പർ തുന്നിക്കെട്ടി മടക്കിയിട്ട് അയാൾ പോണത്, ഡ്യൂട്ടി നിർവഹിച്ചു പോണത്. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരന്മാരെ, ഇതാണ് വിജയം. പ്രിയമുള്ളവരെ, ഈ വിജയത്തിന് തടസ്സമാകുന്ന എന്തുണ്ടോ മാറ്റി നിർത്താൻ എനിക്കും നിങ്ങൾക്കും സാധിക്കണം. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, യാ അയ്യതു നഫ്സുൽ മുത്മഇന്ന, സമാധാനമടഞ്ഞ ആത്മാവ്, ഇർജിഇ ഇലാ റബ്ബിക റാദിയതൻ മർദിയ, പടച്ചറബ്ബ് സുബ്ഹാനഹു വ തആലയുടെ അടുക്കലേക്ക് തൃപ്തിപ്പെട്ടവനായിക്കൊണ്ടും അള്ളാഹുവിന്റെ തൃപ്തി നേടിയവനായിക്കൊണ്ടും മടങ്ങുക. മലായിക്കയുടെ ആശീർവാദമാണ്. ഇനി എവിടേക്കാ പോകാനുള്ളത്? തൻ്റെ അമല്, താൻ ചെയ്തിട്ടുള്ള തൻ്റെ രാത്രി നമസ്കാരങ്ങൾ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഭയപ്പെട്ടുകൊണ്ട് കാണാൻ പാടില്ലാത്തത് കണ്ടില്ല, ചെയ്യാൻ പാടില്ലാത്തത് ചെയ്തില്ല, ഭാര്യയെ വഞ്ചിച്ചില്ല, ഭർത്താവിനെ വഞ്ചിച്ചിട്ടില്ല, ഹറാമ് ചെയ്തിട്ടില്ല. ഇതൊക്കെ വലിയ പ്രതിഫലമായിട്ട് നാളെ പിറ്റേന്ന് പരലോകത്ത് കിടക്കുകയാണ്. അല്ല, തൻ്റെ കബറിൽ പോലും കിട്ടാനിരിക്കുകയാണ്. ആനെ പേടിച്ചു. പ്രിയമുള്ളവരെ, ഇബാദത്ത് ചെയ്യുന്നതിനേക്കാൾ പ്രയാസമാണ്, ബുദ്ധിമുട്ടാണ് ഹറാമിൽ നിന്നും മാറി നിൽക്കാൻ. 5 വക്ത് നിസ്കരിക്കാനും കുറച്ചൊക്കെ കൊടുക്കാനും അങ്ങനെയൊക്കെ ചെയ്യാൻ നമുക്കെല്ലാവർക്കും അറിയാം, കുറച്ചൊക്കെ സുന്നത്ത് നോമ്പ് വെൽക്കാനൊക്കെ. പക്ഷെ ഹറാമുകളിൽ നിന്നും മാറി നിൽക്കാൻ നല്ല ക്ഷമ വേണം. വമ്പിച്ച പ്രതിഫലമായി എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, നമ്മൾ ആലോചിച്ചു നമ്മുടെ ഡ്രസ് കോഡ് എങ്ങനെയാണ്, നമ്മുടെ ജീവിതം എങ്ങനെയാണ്, നമ്മുടെ ഇബാദത്തുകൾ എങ്ങനെയാണ്. പ്രിയമുള്ള സഹോദരിമാരെ, നമ്മൾ ആലോചിച്ച് നോക്കുക. ഇന്നങ്ങട്ട് മുകളിലേക്കെടുത്ത ശ്വാസം തിരിച്ചുവിടാൻ പറ്റാഞ്ഞാൽ കഴിഞ്ഞു. തൻ്റെ പ്രിയപ്പെട്ട വീട്ടിൽ നിന്ന് നമ്മൾ എപ്പോഴും മനസ്സിലേക്ക് കൊണ്ടുവരണം. പ്രിയപ്പെട്ട സഹോദരി സഹോദര, തൻ്റെ പ്രിയപ്പെട്ട വീട്ടിൽ നിന്ന് ആ വീടിൻ്റെ ഡൈനിങ് ഹാളിൽ ഒരു കട്ടിൽ വിരിച്ച്, ഒരു കട്ടിലിൽ തന്നെ കിടത്തി, നമ്മളെ കിടത്തി, വെള്ളത്തുണി കണ്ട് ചുറ്റി വരിഞ്ഞ് മയ്യത്തെടുക്കാനുള്ള സമയമായിട്ടുണ്ട്. ഇനി ആരെങ്കിലും കാണാണ്ടോ എന്നൊരു അവസാന ഒരു ചോദ്യമുണ്ട്. ഏങ്ങലടിച്ച് മക്കൾ വന്നിട്ട് ആരോ ഒരാൾ താങ്ങിപ്പിടിച്ച് നമ്മുടെ മക്കളെ, നമ്മുടെ ഭാര്യയെ, നമ്മുടെ ഭർത്താവിനെ, നമ്മുടെ കുട്ടികളെ ആ മയ്യത്തിന്റെ മുഖമൊന്ന് കാണാൻ, അവസാനം നോക്കാൻ മുഖമൊന്ന് കാണിച്ചു കൊടുത്ത് പിന്നെയും കെട്ടിവരിഞ്ഞ് കൊണ്ടുപോകുന്ന തൻ്റെ സിറ്റ് ഔട്ടിലേക്ക് എടുത്തു വെച്ച്, അത് കഴിഞ്ഞതിന് ശേഷം തങ്ങളുടെ മുറ്റത്തേക്ക് എടുത്തു വെച്ച് തൻ്റെ ഗേറ്റും കടന്ന് തൻ്റെ റോഡും കടന്ന് തിരിച്ചു വരാത്തൊരു യാത്ര. ഈ യാത്ര പോകുമ്പോൾ ആരാണ്, എന്താണ് പ്രിയമുള്ളവരെ കൂടെയുള്ളത്? ഭാര്യയുണ്ടോ, ഭർത്താവുണ്ടോ, മക്കളുണ്ടോ? തൻ്റെ ജീവിതത്തിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് തുടങ്ങിക്കഴിഞ്ഞു. നിലക്കാത്ത യാത്ര പോകാനുള്ള സമയം പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി തിരിച്ചു വരവില്ല. ഭാര്യയിലേക്ക്, ഭർത്താവിലേക്ക്, മക്കളിലേക്ക്, ആരിലേക്കും തിരിച്ചു വരവില്ല. ഈ പോക്ക് പോകുമ്പോൾ എന്ത് കൊണ്ടുപോകാനുണ്ട്? ഇത് സന്തോഷത്തോടുകൂടി പോകാൻ നമുക്ക് സാധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, ഫദ്ഖുലി ഫീ ഇബാദി വദ്ഖുലി ജന്നതി, എൻ്റെ നല്ല അടിമകളുടെ ഇബാദുർ റഹ്മാന്റെ കൂടെ കടന്ന് അവർ പോയ സ്വർഗത്തിലേക്ക് ആനയിക്കപ്പെടുന്ന നല്ല മരണം, അതിനുവേണ്ടി നമ്മൾ പണിയെടുക്കണം. ഒരു കവി പറയുകയുണ്ടായി, വലദത്തുക ഉമ്മുക യബ്ന ആദമ ബാക്കിയ, വലദത്തുക ഉമ്മുക യബ്ന ആദമ ബാക്കിയ വന്നാസു ഹൗലക യൽഹഖൂന സുറൂറാ. മനുഷ്യ, വലദത്തുക ഉമ്മുക യബ്ന ആദമ ബാക്കിയ, മനുഷ്യ, നിന്റെ ഉമ്മ നിന്നെ പ്രസവിക്കുന്ന സമയത്ത്, നീ ഉമ്മയുടെ വയറ്റിൽ നിന്നും പുറത്തു വരുന്ന സമയത്ത് കരഞ്ഞുകൊണ്ടാണ് പുറത്തു വരുന്നത്. നീ കരയാണ്. പക്ഷേ വന്നാസു ഹൗലക യൽഹഖൂന സുറൂറാ, ജനങ്ങൾ, നിന്റെ കുടുംബക്കാര്, കൂട്ടുകാര്, വാപ്പ
അതേപോലെ തന്നെ ഉറ്റവരായിട്ടുള്ള ആളുകൾ, ഉടയവരായിട്ടുള്ള ആളുകൾ, രക്തബന്ധത്തിലുള്ള ആളുകൾ അവരിങ്ങനെ സന്തോഷിക്കുകയാണ്. കുടുംബത്തിലേക്ക് പുതിയൊരു അംഗം വന്നതിൻ്റെ സന്തോഷം. ഒരു വന്നിട്ടുണ്ട്, ഒരു മാണിക്കക്കല്ല് വന്നിട്ടുണ്ട്, അവർ ചിരിക്കുകയാണ്, സന്തോഷിക്കുകയാണ്, ആനന്ദിക്കുകയാണ്. അയ്യോ, ഈ കരഞ്ഞുകൊണ്ടാ വരുന്നത്. വല്ലാത്തൊരു ഭാവന, വല്ലാത്തൊരു സംസാരമാണ് കവി നടത്തിയത്. ഉമ്മന്റെ വയറ്റിൽ നിന്ന് ഈ കരഞ്ഞു വരുമ്പോൾ ഓല് ചിരിക്കുകയാണ്. എന്തേ? ഓൽക്ക് സന്തോഷം. പുതിയൊരു മെമ്പർ വന്നിട്ടുണ്ട്, താലോലിക്കാൻ മാണിക്കക്കല്ല് വന്നിട്ടുണ്ട്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഓ മനുഷ്യ, നീ തിരിച്ചു പോകുന്നൊരു ദിവസമുണ്ട്. തൻ്റെ പ്രിയപ്പെട്ട വീടിൽ നിന്നും, തൻ്റെ പ്രിയപ്പെട്ട ഭവനത്തിൽ നിന്നും, തൻ്റെ ഭാര്യയിൽ നിന്നും, തൻ്റെ ഭർത്താവിൽ നിന്നും പെണ്ണേ, നീ തിരിച്ചു പോകുന്ന ദിവസമുണ്ട്. ആ സമയത്ത് ആളുകളെല്ലാവരും കരയുകയാണ്. ഉറ്റവരും ഉടയവരും കുടുംബക്കാരും കൂട്ടുകാരന്മാരും കരയുന്നു. ഈ സമയത്ത് ജനങ്ങളെല്ലാവരും കരയുന്ന സമയത്ത് നിനക്ക് ചിരിച്ചു പോകാൻ സാധിക്കണം. സന്തോഷത്തോടു കൂടി എന്നെ പെട്ടെന്ന് കൊണ്ടുപോകൂ. എന്റെ സ്വർഗത്തിലേക്കാണ്, ഖബറെന്ന സ്വർഗത്തിലേക്കാണ് പോകുന്നത്. ഭാര്യ കരയുകയാണ്, ഭർത്താവ് കരയുകയാണ്. ആര് കരഞ്ഞാലും പ്രശ്നമില്ല. പണിയെടുത്തിട്ടുണ്ട്, ഇവിടെ പഠിച്ചവനെ ഭയപ്പെട്ടിട്ടുണ്ട്, പേടിച്ചിട്ടുണ്ട്. സ്വർഗത്തിന് വേണ്ടി പണിയെടുത്തിട്ടുണ്ട്. സ്വർഗമായിരുന്നു ലക്ഷ്യം. ദുനിയാവിന്റെ വളവളപ്പും ഒഴുക്കും അങ്ങനെയായപ്പോഴും തിരിച്ചെടുത്തു. എന്റെ ഡ്രസ് കോഡ് ഞാൻ നിയന്ത്രിച്ചു. ആളുകളെ കാണിക്കാനല്ല, റബ്ബിനെ കാണിക്കാൻ. എന്റെ കൂട്ടുകാരി അങ്ങനെയായിരുന്നു, കൂട്ടുകാരൻ അങ്ങനെയായിരുന്നു, എന്റെ ക്യാമ്പസിൽ അങ്ങനെയായിരുന്നു. പക്ഷേ ഞാൻ എൻ്റെ പ്രിയപ്പെട്ട റബ്ബിന് വെറുപ്പുള്ളൊരു പണിയും ചെയ്യാതെ, എൻ്റെ നിസ്കാരവും എൻ്റെ ഇബാദത്തുകളും ചെയ്തുകൊണ്ട് ഹറാമുകളിലേക്ക് ചെന്നെത്താതെ ഏറെ കഷ്ടപ്പെട്ട്, ബുദ്ധിമുട്ടി കഷ്ടപ്പെട്ട്, കളിയാക്കലുകൾ ഏറ്റുവാങ്ങി. കുടുംബത്തിൽ തൻ്റെ ക്യാമ്പസിൽ ഒരുപാട് കളിയാക്കലുകളും കുത്തുവാക്കുകളും ഏറ്റുവാങ്ങി. ഒക്കെ സഹിച്ചു. കളിയാക്കി, ഗോഷ്ടി കാണിച്ചു. ഓനൊരു വലിയ താടിക്കാരൻ, ഓള് വലിയൊരു നിക്കാബ് വരുത്തി. കുറെ സഹിച്ചു റബ്ബേ, കുറെ ബുദ്ധിമുട്ടി. വീട്ടിൽ കല്യാണം നടക്കുമ്പോൾ ആഭാസ കല്യാണം, എൻ്റെ മോളെ കല്യാണം ഇങ്ങനെ ആവൂലട്ടോ, അല്ലെങ്കിൽ ആ തോന്നിവാസ കല്യാണത്തിന് ഞാൻ വരൂലട്ടോ എന്നാണ് തീരുമാനിച്ചു. നൂറുകണക്കിന് ആളുകളുടെ മുമ്പിൽ സ്റ്റേജിൽ കയറിയിട്ട് നമ്മളെ കൂലിക്കാരൻ പറയണതനുസരിച്ച് തുള്ളിക്കൊടുക്കുകയാണ്. നമ്മളൊരു ക്യാമറാമാനെ വാടക എടുത്തിട്ടുണ്ട്. ഓനക്ക് അന്ന് വൈകുന്നേരം അവൻ്റെ പണി മാറ്റുമ്പോൾ ഓനക്ക് 1500 റുപ്യ, 2000 റുപ്യ, 2500 റുപ്യ നമ്മൾ കൂലി കൊടുക്കുന്ന. ഓൻ പറയും നമ്മളോട് എങ്ങനെ നിൽക്കണം, ആണും പെണ്ണും എത്ര ഒട്ടി നിൽക്കണം, എവിടെ ചുംബിക്കണം, എങ്ങനെ കറങ്ങണം. ബെഡ്റൂമിൽ കാണിക്കുന്നതിൻ്റെ അവിടുത്തെ കളികളുടെ ആദ്യ രംഗൊക്കെ നൂറുകണക്കിന് ആളുകളുടെ മുമ്പിൽ കാണിക്കാണ്. ഇത് ചോറും വെച്ച് നമ്മൾ കണ്ട് ആസ്വദിക്കുകയാണ് ഈ സെക്സിയായ രംഗങ്ങൾ, അല്ലേ? ഇതല്ലേ മുസ്ലിം കല്യാണത്തിന്റെ ബാക്കിയുള്ള അവിടെ കട്ടെ ഹൈറുമത്തിന്റെ അവസ്ഥ ഞാൻ പറയണത്. ഇതല്ലേ നമ്മൾ കണ്ട് ആസ്വദിക്കാണ്. ഓളും ഓനും ചെയ്യുന്ന കാര്യങ്ങൾ അതിനനുസരിച്ച് ഇങ്ങനെ ഇപ്പം പറഞ്ഞതിനനുസരിച്ച് ഓളും ഓനും ചെയ്തു കൊടുക്കുകയാണ്. ചെരിഞ്ഞുള്ള നോട്ടം, അതേപോലെ തന്നെ കൂന്നോടുത്ത് പൂവെടുക്കുന്നു, ഓളെടുക്കുന്നു, കെട്ടിപ്പിടിക്കുന്നു. ഇതിങ്ങനെ നൂറുകണക്കിന് കാരണവന്മാരുടെ ഒരു ഊസുറും ലജ്ജയും ഒരു ഉസുറും വിളിയില്ലാതെ നമ്മൾ ആശി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കണ്ടു നിൽക്കാണ്. ഇറങ്ങിപ്പോരാൻ, ഒന്ന് സംസാരിക്കാൻ. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ആയത്ത്, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കലാമിൽ നിന്നും ആയത്തോതി നിക്കാഹ് ചെയ്തിട്ട്, ഒരു പണ്ഡിതനെ വെച്ചിട്ട് നിക്കാഹ് ചെയ്ത് അള്ളാഹുവിന്റെ റഹ്മത്ത് ഇറങ്ങേണ്ട ആ സദസ്സിൽ അള്ളാഹുവിന്റെ അദാബ് ഇറങ്ങുന്ന, അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ കോപം ഏറ്റുവാങ്ങുന്ന മ്യൂസിക്കും സംഗീതവും ആണും പെണ്ണും കൂടിക്കലരിലും ഇതെല്ലാം ചെയ്തു കൂട്ടുമ്പോ എന്നെ അതിന് കിട്ടൂല എന്ന് പറയാൻ വല്ലിപ്പാക്ക്, അമ്മാവന്, ഉപ്പക്ക് സാധിക്കുന്നുണ്ടോ? പ്രിയമുള്ളവര്, കുടുംബം കലക്കണം എന്നല്ല ഈ പറഞ്ഞതിന്റെ അർത്ഥം. എന്തൊരവസ്ഥയാണ് നിങ്ങൾ ആലോചിച്ച് നോക്കി. ആരെങ്കിലും പ്രതികരിക്കാനുണ്ടോ? എല്ലാവരുടെ കല്യാണം അങ്ങനെ ആയി. ലൂത്ത് നബി അലൈഹി സ്വലാത്തു വസ്സലാം ചോദിച്ചില്ലേ തൻ്റെ നാട്ടുകാരോട്, തൻ്റെ അതിഥികളെ മോശമാക്കാൻ വന്ന അലൈസ മിൻകും റജുലുൻ റഷീദ്, നിങ്ങളെ കൂട്ടത്തിൽ ഒരു വിവേകമുള്ള ഒരാളും ഇല്ലേ? ഒരു മഹല്ലിൽ നമ്മളെ പള്ളിക്കമ്മിറ്റിക്കാരുടെ കൂട്ടത്തിൽ, നാട്ടിലുള്ള ദീന് പറയുന്നവരുടെ കൂട്ടത്തിൽ ഇതൊന്ന് പറയാൻ, ഇങ്ങനെയുള്ള നിക്കാഹാണെങ്കിൽ ഞാൻ വരൂല എന്ന് പറയാൻ
എന്തൊരവസ്ഥയാണ് പ്രിയമുള്ളവരെ. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇതാണ് കല്യാണങ്ങൾ. കാട്ടിക്കൂട്ടലും തോന്നിവാസങ്ങളും ആഭാസങ്ങളുമായി നിറഞ്ഞു നിൽക്കുന്ന കല്യാണങ്ങൾ. പക്ഷേ ഒരു പെൺകുട്ടി, അള്ളാനെ ഭയപ്പെടുന്ന ഒരു പെൺകുട്ടിക്ക് ഇതൊന്നുമില്ലാതെ കല്യാണം കഴിച്ച് തൻ്റെ പ്രിയപ്പെട്ട ഭർത്താവും അവള് മാത്രമായിട്ട് രസകരമായ ദീനിയായി പടച്ചിറപ്പിന് പൊരുത്തമുള്ളൊരു ജീവിതം നയിക്കാൻ നാട്ടുകാര്, കുടുംബക്കാര്, കസിൻസ് അയക്കണില്ല, ഒരയക്കണില്ല. പക്ഷേ എൻ്റെ പ്രിയപ്പെട്ട റബ്ബേ, ഞാൻ ഒരുപാട് പ്രയാസങ്ങൾ ഏറ്റുവാങ്ങിയിട്ടാണ് ജീവിച്ചത്. നമ്മുടെ പെൺകുട്ടികൾ, എത്രയോ മുഅ്മിനത്തുകളായ നമ്മുടെ പെൺകുട്ടികൾ, ദീന് പഠിക്കുന്ന കുട്ടികൾ, ആർട്സ് കോളേജുകളിലേക്കും മറ്റുള്ള സ്ഥാപനങ്ങളിലേക്കും പോകുന്ന അള്ളാഹുവിനെ ഭയപ്പെടുന്ന നമ്മുടെ പെൺകുട്ടികൾ, നമ്മുടെ ആൺകുട്ടികൾ, പടച്ചിറപ്പിനെ ഭയപ്പെടുന്ന ആൺകുട്ടികൾ, നമ്മുടെ കുടുംബത്തിൽ ഉരുകിക്കയറുന്ന നമ്മുടെ രക്ഷിതാക്കൾ ഈ ഹറാമുകളിൽ നിന്നും വിട്ടു നിൽക്കാൻ ജ്യേഷ്ഠന്മാരുടെയും അനുജന്മാരുടെയും കാരണവന്മാരുടെയും പഴി കേട്ടിട്ട് എന്നാലും വേണ്ടില്ല, ഇന്നതിന് കിട്ടൂല. ഇതിനൊക്കെ സ്വർഗമുണ്ട്, ഇതിനൊക്കെ പടച്ചിറപ്പിന്റെ പ്രതിഫലമുണ്ട്. അതിനു വേണ്ടിയിട്ടാണ് എല്ലാ ആളുകളും, കൂടെയുള്ള ആളുകളും, ഉറ്റവരും ഉടയവരും എല്ലാം കരയുന്ന സമയത്ത് ചിരിച്ചുകൊണ്ട് സന്തോഷത്തോടുകൂടി തന്റെ സ്വർഗത്തിലേക്ക് ആനയിക്കപ്പെടുന്ന, തന്നെ കൊണ്ടുപോകുന്ന ആ സന്തോഷ ദിവസത്തിൽ മറ്റുള്ളവർ കരയുമ്പോൾ ചിരിച്ചു കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചത്. അതിനെന്ത് വേണം പ്രിയമുള്ളവരെ? ലക്ഷ്യമുണ്ടാകണം നമുക്ക്. എന്താ ലക്ഷ്യം? ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ തറവാട്ടിലേക്ക്, ആദമിന്റെ തറവാട്ടിലേക്ക് തിരിച്ചു പോകണം. ഖുൽ നഹ്ബിതു മിൻഹാ ജമീഅ, പുറത്തിറങ്ങിക്കോളി, ഇവിടെ പറ്റൂല. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഒരു വിലക്ക്, അത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പന, അത് തെറ്റിക്കേണ്ടി വന്നു, ഇറങ്ങാൻ പറഞ്ഞു. എന്നിട്ട് അല്ലാഹ് പറഞ്ഞല്ലോ, ഫഇമ്മാ യഅതിയന്നകും, ഞാൻ എൻ്റെ സംസാരത്തിന്റെ തുടക്കത്തിൽ ഓതി വെച്ച ആയത്ത്, ഫഇമ്മാ യഅതിയന്നകും മിന്നി ഹുദാ, എന്നിൽ നിന്നും സന്മാർഗം വരുമ്പോ ഫമൻ തബിഅ ഹുദായ ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ, ആ സന്മാർഗം അത് സ്വീകരിച്ചാൽ ദുഃഖിക്കേണ്ടതില്ല, വ്യസനിക്കേണ്ടതില്ല. എവിടേക്കാണ്? സ്വർഗത്തിലേക്കാണ് വരാനുള്ളത്. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. പടച്ചറബിന്റെ സന്തോഷത്തിന്റെ സ്വർഗത്തിലേക്ക്, നരകത്തിൽ കിടക്കാതെ, നരകം ഒരിക്കലും ഏറ്റുവാങ്ങാതെ അതിന് പണിയെടുക്കണം പ്രിയമുള്ളവരെ. വെറുതെ കിട്ടൂല, അത് കട്ടായമാണ്, വെറുതെ കിട്ടുന്ന കാര്യമല്ലത്. അള്ളാഹുവിന്റെ റസൂലിന്റെ സഹാബത്ത് ബിലാലും അമ്മാറും യാസിറും സുമയ്യയും അവർ നേടിയ സ്വർഗം നമുക്ക് ഫ്രീ കിട്ടണം നമ്മൾ വിചാരിക്കുന്നുണ്ടോ? പണിയെടുക്കണം, അധ്വാനിക്കണം, ഹറാമിൽ നിന്നും വിട്ടു നിൽക്കണം. അതിനെന്ത് വേണം? സന്മാർഗം അത് കിട്ടണം. നമുക്ക് പഠിക്കണം, ദീന് പഠിക്കണം. അതാ പറഞ്ഞത്, ഹുദ കിട്ടണം. എന്താണ് ഹുദ? പഠിക്കണം. ഇവിടെ കിയോച്ചെല്ലസുകൾ നടക്കുന്നു. ഏത് ദിവസം ഇവിടെ കിയോച്ചെല്ലസ് നടക്കണം? എല്ലാ ചൊവ്വാഴ്ചയും മഗ്‌രിബിന് ശേഷം ഇശ വരെ, ആഴ്ചയിൽ 1 മണിക്കൂർ അള്ളാന്റെ കലാം, ഒരു ഉസ്താദ് വന്നിട്ട് ഒരായത്ത്, അതിനുള്ള വിശദീകരണമായ ഒരു ഹദീസ്, എന്നിട്ട് അത് വിശദീകരിച്ച് ഒരു ഉസ്താദ് ഇവിടെ ഖുർആൻ ഹദീസ് ലേണിംഗ് ക്ലാസ് എടുക്കുന്നുണ്ട്. ഇവിടെ പള്ളിയിൽ വെച്ചാൽ നമ്മൾ എത്ര ആൾക്കാർ പങ്കെടുക്കുന്നുണ്ട് നമ്മൾ നോക്കുക. ദീന് പഠിക്കല്ലാതെ ഒരു പരിഹാരമില്ല സഹോദരന്മാരെ. നമ്മുടെ മക്കള്, നമ്മളൊരു കല്യാണത്തിന് പോകുമ്പോൾ എങ്ങനെ പോകുക? ഉപ്പയും ഉമ്മയും വല്യാപ്പയും വല്യമ്മയും എല്ലാവരും പോകും. എന്നാൽ ഒരു ക്ലാസ്സിന് അതാരാ? വാപ്പ വരും, ചിലപ്പോൾ ഉമ്മ വരും, ഭർത്താവ് ഉണ്ടെങ്കിൽ ഭാര്യയില്ല, ഭാര്യ ഇല്ലെങ്കിൽ ഭർത്താവില്ല, മക്കളില്ലെങ്കിൽ ഓലില്ല, അല്ലെങ്കിൽ ആരെങ്കിലും വന്നാലായി. അങ്ങനെയാണോ നമ്മൾ ദുനിയാവിന്റെ വിഭവങ്ങൾ നുകരാൻ വേണ്ടി പോകുന്നതല്ല. എന്നാൽ ഇത് ആഖിറത്തിന്റെ വിഭവമാണ്. റൗളത്തും മിൻ റിയാദിൽ ജന്ന എന്നാണ് ഇൽമിന്റെ സദസ്സുകളെ കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇത് സ്വർഗത്തിൽ നിന്നുള്ള പൂന്തോട്ടാണ്. 2 പൂന്തോപ്പുകളുണ്ട്. ഒന്ന് റൗളയാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീടിന്റെയും മിമ്പറിന്റെയും ഇടയിലുള്ള സ്ഥലം റൗളത്തും മിൻ റിയാദിൽ ജന്ന. അള്ളാഹിന്റെ ദീന് പറയുന്ന സദസ്സുകൾ റൗളയാണ്. സ്വർഗത്തിൽ നിന്നുള്ള തോട്ടത്തിലേക്ക് പോകുമ്പോൾ ഇവിടെ കിയോച്ചെല്ലസ് നടക്കും. നമ്മൾ എത്ര ആൾക്കാർ പങ്കെടുക്കുന്നുണ്ട്? നമ്മൾ ആലോചിച്ച് നോക്കുക. ദീന് പഠിക്കുക. ഒരുപാട് സമയം പീസ് റേഡിയോ, അതുപോലെ തന്നെ നമ്മുടെ ഒരുപാട് ചാനലുകൾ, പ്രഭാഷണങ്ങൾ, ഇതുപോലുള്ള ഒരുപാട് പ്രഭാഷണങ്ങളും ഒക്കെ നമ്മുടെ യൂട്യൂബ് ചാനൽ, ഒരുപാട് നമുക്ക് കേൾക്കാനും പറയാനും സംശയങ്ങൾ ചോദിക്കാനും ദീന് പഠിക്കാൻ ഒരുപാട് അവസരങ്ങളുണ്ട്. അതുകൊണ്ട് പ്രിയമുള്ളവരെ ഉപയോഗപ്പെടുത്തുക, ദീന് പഠിക്കുക, അള്ളാഹിനോട് പ്രാർത്ഥിക്കുക, അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ആഖിബത്ത് നന്നാവാൻ പ്രാർത്ഥിക്കുക. ഇല്ലെങ്കിൽ എന്താണെന്നറിയോ? ഈ രസങ്ങളും ഹരങ്ങളും എല്ലാം അവസാനിക്കുന്ന, ഫുൾ സ്റ്റോപ്പ് ഇടുന്നൊരു ദിവസമുണ്ട് സഹോദരി സഹോദര. ആരും സഹായിക്കാൻ ഇല്ലാത്ത ദിവസം, ആർക്കും ഒന്നും ചെയ്യാൻ പറ്റാത്ത ദിവസം. എന്താണ് അതിന്റെ പ്രത്യേകത? അവൻ അതേ അങ്ങനെ മരണം തൊണ്ടക്കൊയിലെത്തുന്ന സമയത്ത് അവൻ പറയുന്നു, പടച്ചറബ്ബേ എന്നെ ഒന്ന് മടക്കി അയക്കണമേ, ലഅല്ലി അഅമലു സാലിഹൻ ഫീമാ തറക്തു,
ഞാൻ നഷ്ടപ്പെടുത്തിയ അമൽ സ്വാലിഹാത്തുകളൊക്കെ ചെയ്തു കൊള്ളാം. മനുഷ്യൻ കെഞ്ചാണ്. കോടാനുകോടി മനുഷ്യന്മാര് കെഞ്ചിയത്, കോടാനുകോടി മനുഷ്യന്മാര് കെഞ്ചിയ കെഞ്ചലാണെന്ത്? സക്കറാത്തിന്റെ സമയത്ത്. നമ്മൾ പറയാൻ പാടില്ല പടച്ചവനോട്, പറയുന്നൊരവസ്ഥ നമുക്ക് ഉണ്ടാകാൻ പാടില്ല. നമ്മുടെ ഭാര്യക്ക്, നമ്മുടെ മക്കൾക്ക്, നമുക്ക്, നമ്മുടെ ഭർത്താവിന് ഉണ്ടാകാൻ പാടില്ല. പടച്ചവനെ കുറച്ച് നീട്ടിക്കൊണ്ടുറപ്പേ, ചെയ്തോളാം. അള്ളാഹ് എന്താ പറയണത്? കല്ല ഇന്നഹാ കലിമത്തുൻ ഹുവ ഖായിലു. അതൊരു വർത്താന, വെറും വർത്താന, അങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. വമിൻ വറാഇഹിം ബർസഖുൻ ഇലാ യൗമി യുബഅസൂൻ. പുനരുദ്ധാരണ നാൾ വരെ ബർസഖിലാണ്. അവിടെ കിട്ടാനുള്ളത് അവിടെ കിട്ടും, ബാക്കി ശേഷം കിട്ടും എന്നർത്ഥം. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. അതുകൊണ്ട് സഹോദരന്മാരെ, ഈ ഒരു പോക്ക് ആരും കൂടെ ഇല്ലാത്ത എന്നാണ്? ഏത് സമയത്തും വരാം. വക്കീലമൻറാക്ക്, മന്ത്രിക്കാൻ ആരുണ്ട്? രക്ഷപ്പെടുത്താൻ ആരുണ്ട്? വലന്ന അന്നഹുൽ ഫിറാഖ്. അവന് മനസ്സിലായി എന്ത്? ഫിറാഖാണ്, വേർപാടാണ്. ഇത് സാധാരണ വരുന്നൊരു നെഞ്ചുവേദന അല്ല, ഒരു അറ്റാക്ക് അല്ല, ഇത് പോക്കാണ്. വലന്ന അന്നഹുൽ ഫിറാഖ് വൽതഫത്തി സാഖു ബിസാഖ്. മരണവേദന കൊണ്ട് കണങ്കാലുകൾ കണങ്കാല് കൊണ്ട് ചേർത്ത് കൂട്ടിപ്പിടരുന്ന സമയത്ത് വൽതഫത്തി സാഖു ബിസാഖ് ഇലാ റബ്ബിക യൗമഇദിനിൽ മസാഖ്. റബ്ബിന്റെ അടുക്കിലേക്കാണ് മടക്കപ്പെടുന്നത്. വേറെവിടേക്കെങ്കിലും പോയി മണ്ണായി പോകണം, കുഴപ്പമില്ലായിരുന്നു. റബ്ബിന്റെ അടുക്കിലേക്കാണ്. വലാ സദ്ദഖ വലാ സല്ല. സത്യപ്പെടുത്തിയിട്ടില്ല, ദീനിനെ സീരിയസ് ആയിട്ട് കണ്ടിട്ടില്ല, നിസ്സാരമായിരുന്നു. എന്ത് നിയമങ്ങളും നിലക്കുകളും, എന്ത് പിന്നെ നിർദ്ദേശങ്ങൾ. ഇവിടെ ഒരു കുറച്ച് കാലല്ലേ അടിച്ചു പൊളിക്കാൻ പറ്റുള്ളൂ. ഇപ്പൊ യുവതിയല്ലേ, യുവാവല്ലേ, ഇപ്പൊ നല്ല ആരോഗ്യമുള്ള സമയത്തല്ലേ. വലാ സദ്ദഖ, സത്യപ്പെടുത്തിയിട്ടില്ല, കളവാക്കി നിസ്സാരമാക്കി. വലാ സല്ല, നമസ്കരിച്ചിട്ടില്ല. വലാകിൻ കദ്ദബ വതവല്ല, കളവാക്കി പിന്തിരിഞ്ഞു കളഞ്ഞു. പടച്ചോൻ വെറുതെ ഇടൂല. ഇത് വിശുദ്ധ ഖുർആൻ നമുക്ക് അടിക്കടി പറഞ്ഞു തരുന്ന സംഗതിയാണ്. അതുകൊണ്ട് സഹോദരന്മാരെ, നമ്മൾ നമ്മുടെ ഈ ശാഖയിൽ നമ്മുടെ പഠന പ്രവർത്തനങ്ങൾ സജീവമാകണം, നമ്മുടെ ദഅവാ പ്രവർത്തനങ്ങൾ സജീവമാകണം. ഇത് ജനങ്ങളിലേക്ക് എത്തണം. ഈ ലിബറൽ ലോകത്ത്, ലിബറൽസത്തിന്റെ പിടിയിലമർന്ന നമ്മുടെ മക്കളിലേക്ക് ഇത് എത്തണം. ഇവിടെ കുട്ടികൾക്ക്, മദ്രസ കഴിഞ്ഞ കുട്ടികൾക്ക് സിആറുകൾ ഉണ്ടാകണം. ഇതുപോലെയുള്ള വാലുകളും പ്രഭാഷണങ്ങളും, അതേപോലെ തന്നെ പിന്നെ വിജ്ഞാനവേദികൾക്ക് ആളുകൾ എത്തണം, കുടുംബസമേതം എത്തണം. ഇത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. വൽ അസ്ർ ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ ഇല്ലല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്തി വതവാസൗ ബിൽ ഹഖി വതവാസൗ ബിസ്സബ്ർ. കാലം തന്നെയാണ് സത്യം. മനുഷ്യന്മാരെല്ലാവരും നഷ്ടത്തിലാണ്. നഷ്ടത്തിൽ നിന്ന് രക്ഷപ്പെടുന്ന ഒരു വിഭാഗമേ ഉള്ളൂ. 5 ക്വാളിറ്റി ഉണ്ട്, 5 കാര്യങ്ങളുള്ള, 5 വിശേഷണങ്ങളുള്ള ഒരു വിഭാഗം, ഒരു മാത്രമേ രക്ഷപ്പെടുള്ളൂ. ഇല്ലല്ലദീന ആമനു, ഈമാന്, വഅമിലു സ്വാലിഹാത്തി വതവാസൗ ബിൽ ഹഖി, നന്മ കൽപ്പിക്കുക. ദഅവാ രംഗത്തുണ്ടാകണം. അതിനാണ് സംഘടന. സംഘടന നമുക്ക് സംഘടന വലുതാക്കാനല്ല, ജനങ്ങൾക്ക് ഹക്ക് പറഞ്ഞു കൊടുക്കാനാണ്. വതവാസൗ ബിസ്സബ്ർ, അതെ, 4 ക്വാളിറ്റി ഉള്ള ആൾക്കാർ, 4 ക്വാളിറ്റി ഉള്ള ഒരു വിഭാഗം. ഏതെങ്കിലും ഒന്നുണ്ടായ കഴിച്ചിലാവോ? ഇല്ല. ഈമാനും അമൽ സാലിയാത്തും, നന്മ കൽപ്പിക്കണം. നന്മ കൽപ്പിക്കുമ്പോൾ പ്രയാസങ്ങൾ ഉണ്ടാകും. അദ്ദേഹം പറഞ്ഞത്, നന്മ ഹക്കിന്റെ ആൾക്ക് ബുദ്ധിമുട്ടുണ്ടാവും ജീവിക്കാൻ. സമൂഹം ഒരുപാട് പ്രയാസങ്ങൾ നമുക്ക് ഇട്ടുതരും. ക്ഷമിക്കാൻ സാധിക്കണം. അങ്ങനെയുള്ള ആൾ മാത്രമേ രക്ഷപ്പെടുള്ളൂ. ബാക്കിയുള്ളവരെല്ലാവരും നഷ്ടത്തിലാണെന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാണ്. അതുകൊണ്ട് ദഅവാ പ്രവർത്തനങ്ങൾ, നമ്മുടെ മീറ്റിങ്ങുകളും നമ്മുടെ കൂട്ടായ്മയും, ഇവിടെ നമ്മുടെ കുട്ടികൾ നന്നാവണം. അതിന് കുട്ടികൾക്ക് മാത്രമായിട്ടുള്ള പ്രോഗ്രാമുകൾ വരണം, ക്യൂച്ചലസുകൾ വരണം, വിജ്ഞാനവേദികൾ വരണം, മതം പഠിക്കണം, മതം ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കണം, നോട്ടീസുകൾ വേണം, ലഘുലേഖകൾ വേണം, ആളുകൾക്കുള്ള സംവിധാനങ്ങൾ വേണം. അതിൻ്റെ ചുക്കാൻ പിടിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. അതാണ് പള്ളിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു കേവലം നിസ്കരിക്കാനുള്ളതല്ല ഇസ്ലാമിൻ്റെ പള്ളി. ദീന് പഠിക്കാനും ദീന് പറയാനും അതിനാ ഇസ്ലാമിൻ്റെ പള്ളി. റസൂലുള്ളാഹിന്റെ പള്ളിയും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുള്ള ഏത് പള്ളിയും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ കാണിച്ചു തന്നിട്ടുള്ള, അല്ലെങ്കിൽ റസൂലുള്ളാഹിന്റെ സഹാബത്തും താബീങ്ങളും തബഅ താബീകളും, ഇസ്ലാം ദീനിന്റെ കേന്ദ്രങ്ങളാണ് പള്ളികൾ. കേവലം നിസ്കരിക്കാൻ മാത്രമുള്ളതല്ല. അതുകൊണ്ട് സഹോദരന്മാരെ, ഞാൻ അവസാനിപ്പിക്കുകയാണ്. നാളെ നമുക്ക് ഇതൊക്കെ ഉണ്ടാവുകയുള്ളൂ. ഇന്നാ നഹ്നു നുഹീൽ മൗത വനക്തുമു മാ ഖദ്ദമു ആഥാറഹും. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, നാം മരിച്ചവരെ ജീവിപ്പിക്കുന്നു, അവർ ചെയ്തു വെച്ചതും അവരുടെ തിരുശേഷിപ്പുകളും ഞാൻ എഴുതി വെക്കും. നമ്മളിലൂടെ ഒരാൾ ഹിദായത്തിലേക്ക് വന്നു, സന്മാർഗത്തിലേക്ക് വന്നു, ദീനിന്റെ മാർഗത്തിലേക്ക്, ഹക്കിന്റെ മാർഗത്തിലേക്ക് വന്നു, അവർക്ക് കുറയാതെ നമുക്കുണ്ടാവും. ഇതിനെന്ത് വേണം? പ്രോഗ്രാമുകളിലേക്ക് ആളുകളെ കൊണ്ടുവരണം, ക്യൂഎച്ച്എൽഎസിലേക്ക് കൊണ്ടുവരണം, ഇങ്ങനെയുള്ള വിജ്ഞാനവേദിക്ക് ആളുകളെ കൊണ്ടുവരണം. നമ്മളെ മക്കൾ സജീവമാകണം. അവരുടെ അമൽ അവർക്ക് കുറയാതെ നമുക്ക് കിട്ടും. ഇതൊക്കെ പരലോകത്ത് നമ്മുടെ ഏടുകളിൽ കിട്ടാൻ ദഅവത്ത് എന്ന് പറയുന്ന ദഅവത്തിന്റെ കൂട്ടായ്മകളിലേക്ക് അണിചേരാൻ, അതിന് പണിയെടുക്കാൻ ഞാനും നിങ്ങളും നമ്മൾ തയ്യാറാകുമ്പോഴാണ് ഈ ഒരു ഫലം നമുക്കുണ്ടാവുകയുള്ളൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിൻ്റെ മാർഗത്തിൽ അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് പടച്ചറപ്പിനെ സ്നേഹിച്ച് ഇബാദത്തുകളെടുത്ത്
അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ പരലോകം മറക്കാതെ ജീവിക്കാനുള്ള തൗഫീഖ് അള്ളാഹു നമുക്കും നമ്മുടെ കുടുംബത്തിനും മറ്റെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് വന്നു പോയിട്ടുള്ള പോരായ്മകളും തെറ്റുകളും കുറ്റങ്ങളും എല്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആല പുറത്തു മാപ്പാക്കി തരുമാറാവട്ടെ. റബ്ബ് സുബ്ഹാനഹു വ തആല ഇവിടെ സൂചിപ്പിച്ച പോലെ മരിക്കുന്ന സമയത്ത് മലക്കുകളുടെ ആശീർവാദം കേട്ട് സ്വർഗത്തിലേക്ക് ആനയിക്കപ്പെടുന്ന ആളുകളുടെ കൂട്ടത്തിൽ അള്ളാഹു നമുക്കെല്ലാം ഇടം നൽകുമാറാവട്ടെ. നമ്മുടെ മക്കളിലും നമ്മുടെ സമ്പത്തിലും അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഖൈറും ബർക്കത്തും നിറക്കുമാറാവട്ടെ. എല്ലാവിധ പരീക്ഷണങ്ങളിൽ നിന്നും അള്ളാഹു സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ ഗ്ഫിറിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി വയാ ഖാദിയൽ ഹജാത്ത്. اللهم أجرنا من النار وادخلنا الفردوس يا رب العالمين. ربنا هب لنا من أزواجنا وذرياتنا قرة أعين وجعلنا للمتقين إماما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. وصلى الله وسلم على خير خلقه محمد وعلى آله وصحبه وسلم تسليما كثيرا والحمد لله رب العالمين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. السلام عليكم ورحمة الله وبركاته.